ഓഡിബിൾ ആണല്ലോ? ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാമോ? ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ? ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ, ആരെങ്കിലും ഒരു മെസ്സേജ് അയക്കണേ. ഇസ് ഇറ്റ് ഓഡിബിൾ? യെസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ആണ്. താങ്ക് യു സർ. ഓക്കെ, പരീക്ഷയ്ക്ക് അപേക്ഷ അയക്കേണ്ടുന്ന വിധവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്നും വേണ്ട, നമുക്ക് വളരെ വിശദമായിട്ട് വേണ്ട, എന്നാൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ അയക്കണം, വൺ ടൈം രജിസ്ട്രേഷൻ എപ്പോൾ നടത്തണം, അത്തരം എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടത്, എത്ര രൂപ ഫീസ് അടയ്ക്കണം, അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് 2024 ജനുവരി 9 നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, ജനുവരി 9 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത മാസം ഫെബ്രുവരി 14 രാത്രി 12 മണി വരെ അപേക്ഷ സ്വീകരിക്കും. ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ ടെസ്റ്റ് ജനുവരി 24. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 ജനുവരി വിജ്ഞാപന പ്രകാരം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ വിവിധ ജില്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു. അപേക്ഷകൾ 2024 ഫെബ്രുവരി 14 രാത്രി 12 മണി വരെ സ്വീകരിക്കുന്നതാണ്. പക്ഷെ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യരുത്. കാരണം ഈ വൺ ഡേ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ ചിലപ്പോൾ ഇന്ന് നടത്തി കഴിഞ്ഞാൽ ഇന്ന് അപേക്ഷ അയക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പെങ്കിലും ആപ്ലിക്കേഷൻ അയച്ചിരിക്കണം. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2024 ഫെബ്രുവരി 14 വരെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ ഈ പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് എല്ലാവരും അപേക്ഷ അയച്ചിരിക്കണം. ഓക്കെ, യെസ്. ഫീസ് അടയ്ക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും പരീക്ഷാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ മുഖേന അല്ലാതെയുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in അതിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ, ഈ സൈറ്റിൽ കയറുമ്പോൾ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ലോഗിൻ എന്ന് തന്നെ പ്രത്യേക ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ലോഗിൻ, അതുവഴിയാണ് വൺ ഡേ രജിസ്ട്രേഷൻ നടത്തേണ്ടുന്നത്. PSC തുളസി എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. PSC തുളസിയിൽ അത് ജോലി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ പരീക്ഷയ്ക്ക് പ്രത്യേകം വൺ ഡേ രജിസ്ട്രേഷൻ നടത്തണം. സൈറ്റ് www.keralapsc.gov.in. അതിനുശേഷം പരീക്ഷാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആദ്യം വൺ ഡേ രജിസ്ട്രേഷൻ നടത്തണം. ഓക്കെ, യെസ്. മുൻ പരീക്ഷകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ ഒരു കാരണവശാലും വീണ്ടും രജിസ്റ്റർ ചെയ്യുവാനോ ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ നിലനിർത്തുവാനോ പാടുള്ളതല്ല. ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാമുള്ളൂ കേട്ടോ. ഒന്നിലധികം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ PSCയോട്ട് ബന്ധപ്പെടണം. യെസ്, അവർ പ്രസ്തുത രജിസ്ട്രേഷനിലൂടെ മാത്രം ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. സർവീസിലുള്ള കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന വാചാ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ്. അതും വന്നിട്ടുണ്ട്. ആയതിനാൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾ ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കേണ്ടതില്ല. പരീക്ഷാർത്ഥികൾ വിജ്ഞാപനം വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. PSCയുടെ ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അത് കംപ്ലീറ്റ് ഒന്ന് വായിച്ചേക്കണം കേട്ടോ. വിജ്ഞാപന പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള അപേക്ഷകൾ അയോഗ്യമാക്കപ്പെടുന്നതാണ്. കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കണം. OMR അല്ലെങ്കിൽ ഓൺലൈൻ ആയി നടക്കുന്ന വകുപ്പ് തല പരീക്ഷയുടെ ചോദ്യ പേപ്പറുകളിൽ ഇംഗ്ലീഷിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മലയാളം പരിഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ മീഡിയം ഓഫ് പേപ്പർ ചോദിച്ചേക്കാം ഇപ്പോഴും. കാര്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പ് വരെ നമ്മൾ മലയാളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പരീക്ഷയ്ക്ക് മുമ്പ് മലയാളത്തിലും ചോദ്യങ്ങൾ പ്രത്യേകം കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഓപ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ അങ്ങനെ വേണ്ട, ഇംഗ്ലീഷ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. എല്ലാ ചോദ്യങ്ങളുടെയും ഇംഗ്ലീഷിന്റെ പരിഭാഷ ഉണ്ടാകും തൊട്ടടുത്ത് തന്നെ. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് തമിഴ്, കന്നഡ, മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ്, മലയാളം ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവ വിവരണാത്മക രീതിയിലും വകുപ്പ് തല പരീക്ഷയുടെ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും
2012 ജൂലൈ മുതൽ ഒബ്ജക്റ്റീവ് രീതിയിലാണ് പരീക്ഷ നടത്തുന്നത്. 2012 ജൂലൈയിലാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ വന്നത് കേട്ടോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ. 2019 ജനുവരി മുതൽ ആൽഫ കോഡ് ബാധകമായിട്ടുള്ള ഓൺലൈൻ ഒരു OMR പരീക്ഷയാണ് നടത്തുന്നത്. ഇപ്പൊ പരീക്ഷ ചിലപ്പോൾ ഓൺലൈൻ പരീക്ഷ ആയേക്കാം, അല്ലെങ്കിൽ OMR ആയിരിക്കും തരുന്നത്. ഓരോ പേപ്പറിന്റെയും പരമാവധി മാർക്ക് 100ഉം വിജയിക്കാനുള്ള മിനിമം മാർക്ക് 40ഉമാണ്, 40%. നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. വകുപ്പുതല പരീക്ഷകൾക്ക് നിലവിലുള്ള വിത്തൗട്ട് ബുക്സിൽ ഇത് തുടരുന്നതാണ്. ഈ വിജ്ഞാപന പ്രകാരം വിവരണാത്മക പരീക്ഷകളും പ്രായോഗിക പരീക്ഷകളും ഒഴികെയുള്ള പരീക്ഷകൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ OMR ആയിട്ടാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒന്നിലായിരിക്കാം. ഓക്കെ, യെസ്. പരീക്ഷയ്ക്ക് 3 മേഖലകളായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരുവനന്തപുരം ഒരു മേഖലയാണ്, എറണാകുളം ഒരു മേഖലയാണ്, കോഴിക്കോട് 3ാമത്തെ മേഖലയാണ്. ഓരോ മേഖലയിലും 4 ജില്ലകളൊക്കെയാണ്, 4 അതിൽ കൂടുതൽ ജില്ലകളും ഉണ്ട്. നമുക്ക് മേഖലാ തലത്തിലാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മുൻകാലങ്ങളിലൊക്കെ വളരെ നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് സെന്റർ ചൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോഴത് പറ്റില്ല. നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒക്കെ ജോലി ചെയ്യുന്നവർ തിരുവനന്തപുരം മേഖല സോൺ സെലക്ട് ചെയ്യണം. അതുപോലെ എറണാകുളത്തിന് കുറച്ച് ജില്ലകൾ പറയുന്നുണ്ട്, കോഴിക്കോടിനും കുറച്ച് ജില്ലകളുണ്ട്. അപ്പം മേഖലകളാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത്, അതിനുശേഷം ജില്ലകൾ തിരഞ്ഞെടുക്കണം. അത് നമ്മൾ ചോയ്സ് അനുസരിച്ച് കൊടുക്കണം. അത് നമ്മൾ ജോലി ചെയ്യുന്ന ജില്ല തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് താഴെ. ആ 3 മേഖലകളിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേഖലകളിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസൃതമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ചുവടെ ചേർക്കുന്നു. യെസ്. അപ്പൊ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ തിരുവനന്തപുരം മേഖല സോൺ തന്നെ തിരഞ്ഞെടുക്കണം. മറ്റ് എറണാകുളം മേഖലയിൽ പോയി പരീക്ഷ എഴുതാൻ പാടില്ല. അപ്പൊ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് ജില്ല ചൂസ് ചെയ്യാം. ഇപ്പൊ കൊല്ലം ജില്ല വർക്ക് ചെയ്യുന്നവർ കൊല്ലം 1 എടുക്കുക, പിന്നെ ഏറ്റവും അടുത്ത് തിരുവനന്തപുരം ആണെങ്കിൽ 2 കൊടുക്കുക, 3ാമത്തേത് പത്തനംതിട്ട അല്ലെങ്കിൽ 4 ആലപ്പുഴ, അങ്ങനെ കൊടുക്കണം. അതായിരിക്കും നല്ലത്. സ്വന്തം ജില്ല തന്നെ ഫസ്റ്റ് ചോയ്സ് കൊടുക്കുക. ഇല്ല, ഇലക്ഷന് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പൊ അങ്ങ് ദൂരെയൊക്കെ പോസ്റ്റ് ചെയ്ത് കളയും, പരീക്ഷാ സെന്റർ വന്നു കളയും. യെസ്. അപ്പൊ തിരുവനന്തപുരം മേഖലയിൽ എത്ര ജില്ലകളുണ്ട്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. ഈ ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ തിരുവനന്തപുരം തന്നെ ചൂസ് ചെയ്യണം. എറണാകുളം മേഖല വെച്ചിട്ട് പരീക്ഷ എഴുതരുത്. പരീക്ഷ എഴുതാം, പക്ഷെ ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി എറണാകുളം മേഖലയിൽ ഏതൊക്കെ ജില്ലകൾ വരുന്നത് നോക്കാം. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. 1, 2, 3, 4, 5 ജില്ലകൾ വരുന്നു എറണാകുളം മേഖലയിൽ. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. അപ്പൊ ഈ ജില്ലകളിൽ ജോലി ചെയ്യുന്നവർ എറണാകുളം സോൺ മേഖല ചൂസ് ചെയ്തിട്ട് പിന്നെ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഓരോ ജില്ലയും കൊടുക്കാം. ജില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതിന് മുൻഗണനാക്രമത്തിൽ ചൂസ് ചെയ്യാം. ഓർഡർ ഓഫ് പ്രിഫറൻസ്. ഇപ്പൊ കോട്ടയത്ത് ജോലി ചെയ്യുന്ന ആൾ ഏറ്റവും അടുത്ത് കോട്ടയം ചൂസ് ചെയ്യുക, പിന്നെ അടുത്ത ജില്ല, അങ്ങനെ നോക്കണം കേട്ടാ. നമ്മൾ വർക്ക് ചെയ്യുന്ന ജില്ല തന്നെ ആദ്യം ചൂസ് ചെയ്യുക, പിന്നെ ഏറ്റവും അടുത്ത ജില്ല. അപ്പൊ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആളിന് എറണാകുളത്ത് തന്നെ ടെസ്റ്റ് എഴുതണമെന്നും വാശി പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എറണാകുളം കിട്ടുന്നിരിക്കും, ചിലപ്പോൾ തൃശ്ശൂർ ആയിരിക്കും, അല്ലെങ്കിൽ ഇടുക്കി ആയിരിക്കും. ഓക്കെ. അടുത്ത കോഴിക്കോട് മേഖല, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. കോഴിക്കോട് മേഖല, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. ഓക്കെ, യെസ്. പരീക്ഷാർത്ഥികൾക്ക് അതാത് മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓർഡർ ഓഫ് പ്രിഫറൻസ് അത് നമുക്ക് ചൂസ് ചെയ്യാം. അവിടെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞിട്ട് വീണ്ടും പ്രൊഫൈൽ എടുത്തിട്ട് അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ അതിൽ വന്ന് കിടപ്പുണ്ടാവും, ന്യൂ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ അയച്ചു തരാം. യൂട്യൂബിൽ ഒരു വീഡിയോ കിടപ്പുണ്ട്, നല്ലൊരു വീഡിയോ ആണ്, ഞാനത് ചൂസ് ചെയ്തിട്ടുണ്ട്, അത് അയച്ചു തരാം. അപ്പൊ അതിനകത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ റിസൾട്ട് പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ PDF കൂടെ ഡിസ്കസ് ചെയ്യാം. യെസ്. അപ്പോൾ ഓർഡർ ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് ജില്ല തിരഞ്ഞെടുക്കാം. ലക്ഷദ്വീപിലെ പരീക്ഷാർത്ഥികൾക്ക് കോഴിക്കോട്, എറണാകുളം മേഖലകളിലേക്ക് OMRലെ ഓൺലൈൻ പരീക്ഷ ചെയ്യാം.
KSR പാർട്ട് 1 റൂൾ 12(7) നോട്ട് 2 പ്രകാരം നിർബന്ധിത വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് പരീക്ഷാ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ പ്രസ്തുത പരീക്ഷാ കേന്ദ്രത്തിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം ഉൾപ്പെടെയുള്ള ഡ്യൂട്ടിയായി പരിഗണിക്കാൻ വ്യവസ്ഥയുണ്ട്. TA കിട്ടും. ഓക്കെ. വകുപ്പ് തല പരീക്ഷയിൽ അപേക്ഷിക്കുന്നതിന് മുൻപായി പരീക്ഷാർത്ഥികൾ ഓൺലൈനായി ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് 1 day രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 1 day രജിസ്ട്രേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എക്സാമിനേഷൻ ലോഗിൻ ചെയ്തിട്ട്. രജിസ്ട്രേഷൻ സമയത്ത് ഓരോ പരീക്ഷാർത്ഥിയും തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ജനനത്തീയതി, മേൽവിലാസം, ഔദ്യോഗിക പദവി, ഔദ്യോഗിക വിലാസം തുടങ്ങിയവ നൽകുന്നതിനോടൊപ്പം നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ തങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ജനനത്തീയതി, മേൽവിലാസം, ഔദ്യോഗിക പദവി, ഔദ്യോഗിക മേൽവിലാസം മുതലായവ. തുടർന്ന് ഒരു യൂസർ ID നൽകുന്നതാണ്. പരീക്ഷാർത്ഥികൾക്ക് തന്നെ പാസ്വേഡും യൂസർ IDയും തിരഞ്ഞെടുക്കാം. ഇവ രണ്ടും രഹസ്യമായി സൂക്ഷിക്കേണ്ടതും അപേക്ഷയിലൂടെ നൽകുന്ന വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും പരീക്ഷാർത്ഥികളുടെ ചുമതലയാണ്. ഒരു പരീക്ഷാർത്ഥി യാതൊരു കാരണവശാലും ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെ പ്രൊഫൈൽ സൃഷ്ടിക്കാൻ പാടില്ല. പ്രൊഫൈലിൽ ആധാർ കാർഡിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന പരീക്ഷാർത്ഥികളുടെ പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതും അവർക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. യെസ്, തങ്ങളുടെ യൂസർ IDയിലെ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് പരീക്ഷാർത്ഥികൾക്ക് വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പൊ ഈ 1 day രജിസ്ട്രേഷൻ ഒറ്റത്തവണ മതി. എല്ലാവർക്കും അറിയാമല്ലത്, കാരണം നമ്മൾ PSCക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ പരീക്ഷാർത്ഥി ഒറ്റ പ്രൊഫൈൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഒറ്റ പ്രൊഫൈലിൽ നിന്നും ഏത് വകുപ്പ് തല പരീക്ഷയ്ക്ക് എഴുതാം. രജിസ്ട്രേഷൻ ഉപയോഗിക്കേണ്ട ഫോട്ടോയുടെ സവിശേഷതകൾ. ഫോട്ടോ 31/12/2013 ശേഷം എടുത്തതായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ 6 മാസത്തിനകം എടുത്ത ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. തീയതി ഉണ്ടാകണം, 6 മാസത്തിനകം എടുത്തതായിരിക്കണം. ജനുവരി 2024 മുതലുള്ള അപേക്ഷകരിൽ ആദ്യമായി വകുപ്പ് തല പരീക്ഷയ്ക്ക് 1 day രജിസ്ട്രേഷൻ ചെയ്യുന്നവർ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 6 മാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. 6 മാസത്തിനകം എടുത്ത തീയതി ആയിരിക്കണം. അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടാവും. അപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ വേറെ അപ്ലോഡ് ചെയ്യണം. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ 10 വർഷ കാലാവധി അധികരിച്ച ഫോട്ടോകൾക്ക് പകരം പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഓൾറെഡി നമ്മൾ 10 വർഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു 10 വർഷം വരെയും ഫോട്ടോ മാറേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ 6 മാസത്തിനകം എടുത്ത പരീക്ഷ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപേക്ഷന്റെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ പ്രിന്റ് ചെയ്യുകയോ മറ്റു വിധത്തിൽ രേഖപ്പെടുത്തുകയോ വ്യക്തമായി വായിക്കത്തക്ക രീതിയിൽ ചെയ്തിരിക്കണം. ഫോട്ടോ എടുക്കുന്നത് വളരെ ശ്രദ്ധ വേണം. പേരുണ്ടാകണം ഫോട്ടോയിൽ. ഫോട്ടോഗ്രാഫീസ് അതേ രീതി ചെയ്തു തന്നെ, നമ്മളെ മൊബൈലൊന്നും എടുത്ത് ചെയ്യരുത്. ഫോട്ടോയിൽ അതുപോലെ തീയതിയും പ്രിന്റ് ചെയ്തിരിക്കണം. കാണത്തക്ക രീതിയിൽ ഫ്രണ്ടിൽ തന്നെ താഴെ ഒരു പോർഷൻ വരത്തില്ല, ഔട്ട്സൈഡ് പോർഷൻ വരില്ലേ, അവിടെ തന്നെ. വകുപ്പ് തല പരീക്ഷാ പ്രൊഫൈലിലെ പേരും ഫോട്ടോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും ഒന്നായിരിക്കണം, ഇനിഷ്യൽ ഉൾപ്പെടെ. പരീക്ഷാ പ്രൊഫൈലിലെ പേരും ഫോട്ടോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും ഒന്നായിരിക്കണം കേട്ടാ. ഇനിഷ്യല് ഇപ്പം ആദ്യം ഇനിഷ്യൽ കൊടുത്തിട്ട് പേരാണെങ്കിൽ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം, തിരിഞ്ഞു പോകരുത് കേട്ടോ, ഒരേ രീതിയിൽ തന്നെ ആയിരിക്കണം. പേര് കഴിഞ്ഞിട്ടാണ് ഇനിഷ്യലെങ്കിൽ രണ്ടും ഒന്നായിരിക്കണം. പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പരിചയിക്കത്തക്ക വിധത്തിലുള്ള കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. കളർ ഫോട്ടോ ഉപയോഗിക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. തോൾഭാഗം മുഖം ഒക്കെ വ്യക്തമായി പതിഞ്ഞിരിക്കത്ത വിധത്തിലുള്ള കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. 200 മെഗാ പിക്സൽ ഉയരവും 150 പിക്സൽ വീതിയുള്ളതും JPG ഫോർമാറ്റിലുള്ളതും 30 KB ഫയൽ സൈസിൽ അധികരിക്കാത്തതുമായ ഇമേജുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 30 KB ആണ് ഫോട്ടോയുടെ ഇമേജ്, JPG ഫയൽ ആയിരിക്കണം. 200 150 ആണ് അല്ലേ? 200 150 ആണ്. 30 KB. കഴിയുന്നത് മൊബൈലൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സിസ്റ്റം വഴി തന്നെ ചെയ്യണം രജിസ്ട്രേഷനൊക്കെ. വെളുത്തതോ ഇളം നീല നിറത്തിലുള്ള പശ്ചാത്തലം എടുത്ത ഫോട്ടോ ആയിരിക്കണം. വെളുത്ത പശ്ചാത്തലം അല്ലെങ്കിൽ ഇളം നീല നിറത്തിലുള്ള ഫോട്ടോയിലുള്ള വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ പശ്ചാത്തലം പ്ലെയിൻ ആയിരിക്കണം. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്തും പതിഞ്ഞിരിക്കണം. കണ്ണുകൾ വ്യക്തമായി കാണണം. തൊപ്പി, മതാചാരത്തിന്റെ ഭാഗമായുള്ള തൊപ്പി, ശിരോവസ്ത്രം എന്നിവ ഒഴിച്ച് ഗോഗിൾസ് എന്നിവ ധരിച്ചെടുത്തതോ മുഖത്തിന്റെ ഒരു വശം മാത്രം കാണത്തക്ക വിധത്തിലുള്ള മുഖം വ്യക്തമല്ലാത്തതായ ഫോട്ടോകൾ. ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ
എന്താ സൈഡും കൂടെ ഒക്കെ കവർ ചെയ്യുന്ന കണ്ണാടികളില്ലേ, അതിനാ ഗോഗിൾസ് എന്ന് പറയും. സാധാ കണ്ണാടിയൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയൊക്കെ ഉപയോഗിക്കാം. ഗോഗിൾസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. യെസ്. ഇപ്പൊ തൊപ്പിയൊന്നും ഉപയോഗിച്ച് എന്താ മതാചാരത്തിന്റെ ഭാഗമായിട്ടുള്ള തൊപ്പിയോ ശിരാവസ്ത്രമോ ഉപയോഗിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. ഓക്കെ. മൊബൈൽ ഫോൺ, വെബ് ക്യാം എന്നിവ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോയും പോളറോയിഡ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോട്ടോ എന്നിവയും സ്വീകരിക്കുന്നതല്ല. ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ചെടുത്ത ഫോട്ടോ ആയിരിക്കണം. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ പഴയ മാതൃകയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തവർ ഇനി പരീക്ഷ എഴുതുന്നതിന് അപേക്ഷിക്കുമ്പോൾ പുതിയ മാതൃക വേണം. നോട്ട് 1 മുതൽ 10 വരെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഫോട്ടോ. വകുപ്പുതല പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷ ആദ്യമായി ക്ഷണിച്ച 2015 ജനുവരിക്ക് മുമ്പായി ഒരു പാർട്ടിന്റെ പേപ്പറുകൾ ഭാഗികമായി ജയിച്ചിട്ടുള്ളവർ ശേഷിക്കുന്ന പേപ്പറുകൾക്കും സർട്ടിഫിക്കറ്റിനും ഫീസ് ഒടുക്കി ഓൺലൈൻ മുഖേന അപേക്ഷിക്കണം. 2015 ജനുവരിക്ക് മുമ്പായി. 2015 ജനുവരി മുതൽ സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും എന്നാൽ പരീക്ഷ തോൽക്കുകയും ചെയ്തവർ വീണ്ടും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കേണ്ടതില്ല. നമ്മൾ സർട്ടിഫിക്കറ്റ് ഫീ ഒറ്റ തവണ അടച്ചാൽ മതി. പരീക്ഷാ ഫീസാണ് ഓരോ പ്രാവശ്യം അടയ്ക്കേണ്ടത്. ഫീസ് നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. 2015 ജനുവരിയിലെ വകുപ്പുതല പരീക്ഷ മുതൽ അപേക്ഷിക്കുകയും വിവിധ കാരണങ്ങളാൽ അപേക്ഷ നിരസിക്കപ്പെടുകയോ പേപ്പർ ഡിസലോ ആവുകയോ ചെയ്തിട്ടുള്ളവരും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ഒരു തവണ പോലും പരീക്ഷ എഴുതാതിരിക്കുകയും ചെല്ലാൻ വെരിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരും ഈ പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് പുതിയ നിരക്കിൽ സർട്ടിഫിക്കറ്റ് ഫീസ് വീണ്ടും കൊടുക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ നിരസിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണം പറഞ്ഞിട്ട് മുൻപ് കാലങ്ങളിൽ പേപ്പർ ഡിസലോ ആവുകയോ ചെയ്തിട്ടുള്ളവരും ഒരു തവണയെങ്കിലും പരീക്ഷാ ഫീസ് ചോദിച്ചത് വകുപ്പുതല പരീക്ഷ അപേക്ഷിക്കുകയും 2011 മുതൽ വിവിധ കാരണങ്ങളാൽ അപേക്ഷ നിരസിക്കപ്പെടുകയോ പേപ്പർ ഡിസലോ ആവുകയോ ചെയ്തിട്ടുള്ളവരും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ഒരു തവണ പോലും പരീക്ഷ എഴുതാതിരിക്കുകയും ചെല്ലാൻ വെരിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരും ഈ പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് പുതിയ നിരക്കിൽ സർട്ടിഫിക്കറ്റ് ഫീസ് വീണ്ടും കൊടുക്കണം. അപേക്ഷിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും എഴുതാത്തവർ അല്ലെങ്കിൽ പേപ്പർ ഡിസലോ ചെയ്തവർ ആപ്ലിക്കേഷൻ നിരസിക്കപ്പെട്ടിട്ടുള്ളവർ. എന്തായാലും പരീക്ഷയ്ക്ക് നമ്മൾ പേപ്പർ സെലക്ട് ചെയ്ത് ഫീസ് അടയ്ക്കുമ്പോഴേ അവിടെ ഫീസ് കാണിക്കും കേട്ടോ. പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ അവരുടെ ഫോട്ടോയോട് കൂടി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാക്കുന്നതും ആയത് ഡൗൺലോഡ് ചെയ്ത് മേലധികാരി സാക്ഷ്യപ്പെടുത്തിയത് പരീക്ഷയ്ക്ക് ഹാജരാക്കണം. ഉപരിതല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി വരെയും തങ്ങൾ സമർപ്പിച്ച അപേക്ഷയിലെ വിവരങ്ങൾ, ഉദാഹരണം പേപ്പറുകൾ, ടെസ്റ്റ് മുതലായവ മാറ്റി നൽകുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദം ഉണ്ടായിരിക്കും. നമുക്ക് എഡിറ്റ് ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് വരെ. അവസാന തീയതിയിൽ നിലവിലുള്ള ഫോട്ടോയും മറ്റു വിവരങ്ങളും അടങ്ങിയ അപേക്ഷകളാവും പരിഗണിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനം വിശദമായി വായിക്കണം. പരീക്ഷയ്ക്കുള്ള സമയപരിധി പട്ടിക യഥാസമയം ഗസൽ പ്രസിദ്ധപ്പെടുത്തും. സമയപരിധി പട്ടികകൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടൈം ടേബിൾ റെഫറൻസിൽ ലഭിക്കുന്നതാണ്. കൂടാതെ ഓരോ പരീക്ഷാർത്ഥിക്കും ആവശ്യമായ പരീക്ഷയുടെ സമയപരിധി പട്ടിക പ്രൊഫൈൽ ലഭിക്കും. വകുപ്പുതല പരീക്ഷ സംസ്ഥാന സർവീസുള്ളവർക്കും മാത്രമേ പരിമിതപ്പെടുത്തിയിരിക്കുന്നു, അല്ലാത്തവരൊന്നും അപേക്ഷിക്കണം. അതായത് 5/3/2003 മുമ്പായിരുന്നെങ്കിൽ പുറത്തുള്ളവർക്കും പരീക്ഷ എഴുതാമായിരുന്നു. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ എഴുതാൻ സാധിക്കൂ. 2019 മെയ് മുതൽ വകുപ്പുതല പരീക്ഷാ ഫീസ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾ പുതുക്കിയ നിരക്കിൽ ഫീസ് കൊടുക്കേണ്ടതാണ്. ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള ഈ പേയ്മെന്റ് മുഖേനയാണ് പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റ് ഫീസും കൊടുക്കേണ്ടത്. ചലാൻ ഉപയോഗിച്ച് ട്രഷറിയിൽ നേരിട്ടോ ഈ ചലാൻ മുഖേനയോ പണം കൊടുക്കുന്നത് സ്വീകാര്യമല്ല. ഈ പേയ്മെന്റ് മുഖേന പണം കൊടുക്കുന്നതിന് പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിലെ മേക്ക് പേയ്മെന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. എപ്പടി ഓപ്ഷൻ വഴി പരീക്ഷാർത്ഥിക്ക് ട്രഷറി വകുപ്പിന്റെ സൈറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈനായി പണം കൊടുക്കാം. ഇതിനായി പരീക്ഷാർത്ഥിക്കോ ബന്ധപ്പെട്ടവർക്കോ ഏതെങ്കിലും ബാങ്കിന്റെ ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട് ആവശ്യമാണ്. ട്രഷറി സൈറ്റിൽ നിന്നും പണം കൊടുക്കുന്നതിനായി ബാങ്കിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന GR നമ്പർ, ഗവൺമെന്റ് റഫറൻസ് നമ്പർ കുറിച്ചെടുത്ത് സൂക്ഷിക്കണം. പണം ഒടുക്കി കഴിഞ്ഞാൽ പരീക്ഷാർത്ഥിയുടെ പ്രൊഫൈലിൽ GR നമ്പർ ഉൾപ്പെടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഓൺലൈൻ വഴി ആയിരിക്കണം ഫീസ് അടയ്ക്കണം, നെറ്റ് ബാങ്കിങ് ഉണ്ടായിരിക്കണം. ഈ പേയ്മെന്റ് ഇടപാട് പൂർത്തിയാക്കുന്നതിനിടയിൽ നെറ്റ്വർക്ക് തകരാർ ഉൾപ്പെടെ സാങ്കേതിക കാരണങ്ങൾ കാരണം അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആകുകയും ഇടപാട് പൂർത്തിയാകുകയും വന്നാൽ നേരത്തെ കുറിച്ചെടുത്ത GR നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അല്ലെ ട്രഷറിയെ സമീപിച്ച് പണം ഒടുക്കിയത് സംബന്ധിച്ച് വ്യക്തത വരുത്താം. പരീക്ഷ ഫീസ് ഓരോ പേപ്പറിനും 160 രൂപ നിരക്കിലാണ് പരീക്ഷാ ഫീസ്. ഇപ്പൊ ഫ്രീ ചാൻസ്, അതായത് ഫസ്റ്റ് ചാൻസ് ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ഫസ്റ്റ് ചാൻസ് ഫ്രീ ഉണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനും അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കൊക്കെ ഫ്രീ ചാൻസ് ഇല്ല കേട്ടോ, ഓർത്തിരിക്കണം. HSST-മാർക്ക് ഫ്രീ ചാൻസ് ഇല്ല. അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഫീസ് അടയ്ക്കുന്നതാണ് നല്ലത്. എന്നാൽ മറ്റു ടീച്ചേഴ്സ്, പ്രൈമറി സ്കൂൾ ഹൈസ്കൂൾ ടീച്ചേഴ്സിനൊക്കെ ഫസ്റ്റ് ചാൻസ് പരീക്ഷ ഫീസ് അടയ്ക്കണ്ട. ക്ലാർക്കന്മാർക്കൊക്കെ ഫസ്റ്റ് ചാൻസ് പരീക്ഷ ഫീസ് അടയ്ക്കണ്ട. ലോവറിനാണ് പരീക്ഷ ഫീസ് ഫ്രീ കേട്ടോ. ഹയറിന് ഫ്രീ ഇല്ല ആർക്കും. അതായത് ലോവറിന് എപ്പോഴും
ഫസ്റ്റ് ചാൻസ് ഇപ്പൊ ലോവർ പരീക്ഷ ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ എക്സാം ഫീ സർട്ടിഫിക്കറ്റ് ഫീ ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ എക്സാം ഫീ ഇവിടെ ഫ്രീ കൊടുക്കാം. ഫ്രീ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ അടയ്ക്കണം. ലോവർ ആദ്യമായി പരീക്ഷ എഴുതുന്ന ടീച്ചേഴ്സ്, ക്ലാർക്കന്മാരൊക്കെ ഫ്രീ ചാൻസ് ഉള്ളവര് എല്ലാവർക്കും ഫ്രീ ഉണ്ട്. പരീക്ഷ ഫീസ് ലോവറിന്റെ 4 പേപ്പറിന്റെ ഫ്രീ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഫീ 210 അടയ്ക്കണം. അതുപോലെ ഹയറിന് പരീക്ഷ ഫീസ് അടയ്ക്കണം. ഹയറിന് 640 രൂപ അടയ്ക്കണം ഫീസ്. ഒരു പേപ്പറിന് 160 വെച്ചിട്ടാണ്. 160 × 4 640 രൂപ. ഹയറിന്റെ 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ. അപ്പൊ ലോവറിനും ഹയറിനും അപ്ലൈ ചെയ്യുന്നവര് ലോവർ ഫ്രീ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫീ 210 അടച്ചിരിക്കണം. കമ്പൽസറി ആണ്. അതിന് സർട്ടിഫിക്കറ്റ് ഫീ ഫ്രീ ഇല്ല. മുൻകാലങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഫീ ഓൾറെഡി അടച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വീണ്ടും അടയ്ക്കേണ്ടതില്ല. ഇപ്പൊ മുൻകാലങ്ങൾ അടച്ച് ഫ്രീ ചാൻസ് എല്ലാം പോയി. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫ്രീ ചാൻസ് പിന്നെ അവിടെ കിട്ടത്തില്ല. അവിടെ ലോവറിനും 640 രൂപ അടയ്ക്കണം. ഇനി ഏതെങ്കിലും ഒരു പേപ്പർ എഴുതുന്നുള്ളെങ്കിൽ അതിന് 160 അടച്ചാൽ മതി. ലോവറിന് 4 പേപ്പർ ഉണ്ട്. ഒരു പേപ്പറിന് 160 രൂപ വെച്ച് 4 പേപ്പറിന് 640 രൂപയാണ് ഫീസ്. ഫ്രീ ചാൻസ് ഉള്ളവർക്ക് അവിടെ ഫ്രീ കൊടുക്കാം. സർട്ടിഫിക്കറ്റ് ഫീ 210 അടയ്ക്കണം. ഇതുവരെ അടച്ചിട്ടില്ലാത്തവർ, ആദ്യമായി അടയ്ക്കുന്നവർ. ഹയറിന് ഫ്രീ ഇല്ല. ട്രഷറിയിലൊക്കെയുള്ള ഫ്രീ. ഹയറിന് 640 രൂപ അടച്ചിരിക്കണം. 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. അതുപോലെ ടീച്ചേഴ്സിന് KER ഉണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സമയം തരാം കേട്ടോ. സർട്ടിഫിക്കറ്റ് ഫീസിൽ സംബന്ധിച്ചമായ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ ലാസ്റ്റ് ചോദിക്കാം. KERന് ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ചാൻസ് ടീച്ചേഴ്സിന് ഫ്രീ ഉണ്ട് ഫീസ്, പരീക്ഷാ ഫീസ്. സർട്ടിഫിക്കറ്റ് ഫീ 210 അടയ്ക്കണം. അപ്പൊ ഓരോരുത്തർക്കും എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അതായത് ഇപ്പോഴ് എന്താണ്ട് ഒരു ടീച്ചർ ഇപ്പൊ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലോവറിന് വേണ്ട, ഹയറിന്റെ 640 അടയ്ക്കണം. പിന്നെ KERനും പരീക്ഷ ഫീസ് വേണ്ട. പിന്നെ 3 സർട്ടിഫിക്കറ്റ് ഫീ 630 രൂപ, 1270 രൂപയായിരിക്കും കാണിക്കുന്നത്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ അല്ലെ ഹൈസ്കൂൾ ടീച്ചേഴ്സിനൊക്കെ 1270 രൂപ അടയ്ക്കണം. ലോവറിനും ഹയറിനും അപ്ലൈ ചെയ്യുമ്പോഴും ലോവറിന്റെ 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ, ഹയറിന്റെ 640 രൂപ പരീക്ഷ ഫീസും 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും. KERനും ഫസ്റ്റ് ചാൻസ് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട, 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം. ഇനി മുൻകാലത്തിൽ അപ്പൊ 1270 വരും മൊത്തം. ഇനി ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് പരീക്ഷ സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ലോവറിന് ഓരോ പേപ്പറിന് 160 വെച്ച്. ഇപ്പൊ ഏതെങ്കിലും പേപ്പർ ജയിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെ മാത്രം അടച്ചാൽ മതി. കിട്ടാത്ത പേപ്പർ മാത്രം അടച്ചാൽ മതി. മനസ്സിലായോ? അത് പരീക്ഷാ ഫീസ് ഓരോ പേപ്പറിനും, നമ്മളിപ്പോ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 4 പേപ്പറാണ്, ഓരോ പേപ്പറിനും 160 രൂപ വെച്ചാ 160 × 4 640 രൂപയാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എഴുതുന്നവര് ഓഫീസേഴ്സ് പരീക്ഷാ ഫീസ് 160 × 2 320 രൂപയാണ് പരീക്ഷാ ഫീസ്. ഡോക്ടേഴ്സിനും ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ചാൻസ് ഫ്രീ കിട്ടും. സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ അടയ്ക്കണം. എപ്പോഴും 530 രൂപ വരും. ഇനി ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണെങ്കിൽ 210 രൂപ അടച്ചാൽ മതി. നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ എത്ര പേപ്പേഴ്സ് ഉണ്ടാവും, ഓരോ പേപ്പറും 160 രൂപ വെച്ചാണ്. ഇപ്പൊ മുനിസിപ്പൽ അക്കൗണ്ട് ടെസ്റ്റ് ഫോർ മുനിസിപ്പൽ ടെസ്റ്റ് ആണെങ്കിൽ അവർക്ക് 3 പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ നോക്കണം ഓരോ പേപ്പറുകളും നമുക്ക് ഏതൊക്കെ പേപ്പറുകൾ എഴുതണം, ഏതൊക്കെ ടെസ്റ്റുകളാണ്. ഒരു പേപ്പറിന് 640 രൂപ. ഫസ്റ്റ് ചാൻസ് ഫ്രീ ആണ്. ഹയറിന് ഫ്രീ ഇല്ല. അക്കൗണ്ട് ടെസ്റ്റ് ഹയറിന് ഫ്രീ ഇല്ല. അപ്പൊ മുൻകാലങ്ങളിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു, എല്ലാ സർട്ടിഫിക്കറ്റ് ഫീ അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോവറിന്റെ ഇപ്പോഴ് ഒരു പേപ്പറും കിട്ടിയിട്ടില്ല, 640 രൂപ ലോവറിന്റെ പരീക്ഷ ഫീസ് അടയ്ക്കണം. ഹയറിന്റെ പരീക്ഷയ്ക്ക് 640 രൂപ അടയ്ക്കണം.
അതിന് സർട്ടിഫിക്കറ്റ് ഫീ ഓൾറെഡി റെമിറ്റഡ് ആണ്. അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ തന്നെ കാണിക്കും, അത് ഡിഫോൾട്ടായിട്ട് അവിടെ വരും, ആ ഒരു പ്രശ്നമില്ല. നമ്മൾ പിന്നെ ഫ്രീ ചാൻസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിരിക്കണം കേട്ടോ. ഫ്രീ ചാൻസ് അവൈൽ ചെയ്യാൻ അർഹതയുള്ളവർ ഡിഫോൾട്ടായിട്ട് ഫീസ് കാണിക്കും. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഇതിന് ഡൗട്ട് ക്ലിയർ ചെയ്യാം നമുക്ക്. ഓരോ പേപ്പറിനും 160 രൂപ നിരക്കിലാണ് പരീക്ഷാ ഫീസ്. ഈ അടിസ്ഥാനത്തിൽ എത്ര പേപ്പറുകൾ ഉണ്ട് എന്ന് കണക്കാക്കി മുഴുവൻ പരീക്ഷാ ഫീസ് കൊടുക്കേണ്ടതാണ്. 2019 ജൂലൈയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ ഒരു സർട്ടിഫിക്കറ്റിന് 210 രൂപ നിരക്കിൽ സർട്ടിഫിക്കറ്റ് ഫീ അപേക്ഷിക്കുന്നത്. എത്ര സർട്ടിഫിക്കറ്റ് ആണോ അത്രയും തുക സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് കൊടുക്കണം. ലോവറിന് ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഹയറിന് വേറെ സർട്ടിഫിക്കറ്റ് ആണ്, എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റിന് ഒരു സർട്ടിഫിക്കറ്റ് ആണ്, MOPക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആണ്, KERന് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ് ഇനങ്ങളിൽ കൊടുക്കേണ്ട തുക ഡിഫോൾട്ടായി കാണാവുന്നതാണ്. 2011 ജനുവരി മുതൽ വകുപ്പ് തല പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും സർട്ടിഫിക്കറ്റ് ഫീസ് കൊടുക്കുകയും ചെയ്തവർ അതേ പ്രൊഫൈലൂടെ അപേക്ഷിച്ചാൽ മാത്രമേ ഒടുക്കിയ സർട്ടിഫിക്കറ്റ് ഫീസ് സാധുവായി പരിഗണിക്കുകയുള്ളൂ. ഒരിക്കൽ അടച്ച പരീക്ഷാ ഫീസ് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കില്ല. ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ട പണം മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ കഴിയുന്നതല്ല. അതായത് സർട്ടിഫിക്കറ്റ് ഫീസിനായി ഒടുക്കിയ തുക പണം പരീക്ഷാ ഫീസായോ തിരിച്ചോ വകയിരുത്താൻ സാധിക്കില്ല കേട്ടോ. രണ്ട് ഹെഡിലേക്കാണ് പോകുന്നത്. നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. പൈസ പോയാൽ പോയതാ. നേരിട്ടുള്ള നിയമനം വഴിയോ ബൈ ട്രാൻസ്ഫർ മുഖാന്തരമോ നിയമിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ പ്രൊഫഷന്റെയോ ട്രെയിനിങ്ങിന്റെയോ പൂർത്തീകരണത്തിനോ ഏതെങ്കിലും തസ്തിയിൽ ഇൻക്രിമെന്റോ സ്ഥിരപ്പെടുത്തൽ ലഭിക്കുന്നതിനോ ഉയർന്ന തസ്തിയിലേക്ക് ഉദ്യോഗം കിട്ടുന്നതിനോ ഒരു പോസ്റ്റിൽ പിഴ കൂടാതെ തുടരുന്നതിനോ ഏതെങ്കിലും ടെസ്റ്റ് പാസ്സായിട്ടോ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ടെസ്റ്റുകൾക്ക് സർവീസിലുള്ള ആളുകൾക്ക് പുതുതായി ഏതെങ്കിലും ടെസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അപ്രകാരമുള്ള ജീവനക്കാർക്കൊക്കെ ഫ്രീ ചാൻസ് കിട്ടും. ലൈൻ ഓഫ് പ്രൊമോഷൻ. ഇപ്പൊ ക്ലാർക്ക് സീനിയർ ക്ലാർക്ക് ആവുന്നു, ടീച്ചർ HM ആവുന്നു, അതൊക്കെ ലൈൻ ഓഫ് പ്രൊമോഷൻ ആണ്. അവർക്കൊക്കെ ഫ്രീ ചാൻസ് ഉണ്ട്. പ്രത്യേകം ഓർത്തിരിക്കണം, HSSTമാർക്ക് ഫ്രീ ചാൻസ് ഇല്ല. ഫ്രീ ചാൻസ് ഉള്ളവർക്ക് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ട ഫസ്റ്റ് ചാൻസ്. ഈ സൗജന്യം ഓരോ ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ തവണ ലഭിക്കുന്നതല്ല. രണ്ടാമത്തെ തവണ മുതൽ ഫീസ് ഈടാക്കും. ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ഫീസ് ഫ്രീ ചാൻസ് അവൈൽ ചെയ്ത് കഴിഞ്ഞു, പരീക്ഷ ഒന്നും എഴുതിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറെ അപ്ലൈ ചെയ്ത് ഫ്രീ ചാൻസ് എടുത്തോളൂ, അത് പോയി. ഒരുമിച്ചാണ് ഫ്രീ ചാൻസ് നഷ്ടപ്പെടുന്നത് കേട്ടോ. ഇപ്പൊ ലോവറിന്റെ സപ്പോസ് ലോവറിന്റെ KSR മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം ഫ്രീ ചാൻസ് എടുത്തോളൂ, ബാക്കിക്ക് ഇനി ഫ്രീ ചാൻസ് കിട്ടില്ല. ഒരു തവണ ഫ്രീ ചാൻസ് കിട്ടത്തുള്ളൂ. ഒരു പേപ്പറിനായാലും ആ ഫ്രീ ചാൻസ് നഷ്ടപ്പെടും. പരീക്ഷാ ഫീസാണ് ഫ്രീ ഫസ്റ്റ് ചാൻസ്. അതായത് നമുക്കറിയാമല്ലോ, ഒബ്ലിഗേറ്ററി പരീക്ഷ ഉള്ളവർക്ക് ഒരു പരീക്ഷയ്ക്ക് ഫ്രീ ചാൻസിൽ അപേക്ഷിക്കുകയും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്താൽ അത് ഫീസ് സൗജന്യം അനുവദിക്കപ്പെട്ടുള്ള തവണയായി കണക്കാക്കും. ഓരോ ടെസ്റ്റിനും മുഴുവനായിട്ടാണ് ഫീസ് സൗജന്യം അനുവദിക്കുന്നത്, അല്ലാതെയുള്ള പല പേപ്പറുകളിലുള്ള ഓരോ ടെസ്റ്റിനും ഓരോ പേപ്പറായല്ല. ഉദാഹരണമായി അക്കൗണ്ട് ടെസ്റ്റിന് അപേക്ഷിക്കുന്ന ഒരാൾക്ക് 4 പേപ്പറിനും കൂടി പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ഫീസ് സൗജന്യം കിട്ടുകയുള്ളൂ. ആ പരീക്ഷയിൽ എല്ലാ പേപ്പറുകളും ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്ത തവണ നമ്മൾ തോറ്റ പേപ്പറുകൾക്കും അപേക്ഷിക്കാതിരുന്ന പേപ്പറുകൾക്കും ഫീസ് കൊടുക്കണം. ഞാൻ പറഞ്ഞതാണല്ലോ. മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ GOMS അനുസരിച്ച് ഗവൺമെന്റ് സർവീസിലുള്ള ടൈപ്പിസ്റ്റുകൾക്കും സ്റ്റെനോഗ്രാഫർമാർക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന SSLC സ്റ്റാൻഡേർഡ് പോലുള്ള ക്ലറിക്കൽ പരീക്ഷയ്ക്ക് ഇരിക്കുവാൻ അനുവദിച്ചുള്ള താഴ്ന്ന വരുമാനക്കായ സർക്കാർ ജീവനക്കാർക്കും ഈ ടൈപ്പിസ്റ്റുമാർക്കും സ്റ്റെനോഗ്രാഫർമാർക്കും ടെസ്റ്റ് എഴുതിയാൽ ക്ലാർക്ക് ആകാം, സീനിയർ ക്ലാർക്ക്. അപ്പൊ അവർക്കും ഫ്രീ ചാൻസ് ഉണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സർക്കാർ ജീവനക്കാർക്കും കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ ജീവനക്കാർക്കും GOMS അനുസരിച്ച് വകുപ്പ് തല പരീക്ഷ ഒബ്ലിഗേറ്റ് നിശ്ചയിച്ചിട്ടുള്ള കേരളത്തിലെ എയ്ഡഡ് ഹൈസ്കൂളിലെയും എയ്ഡഡ് ട്രെയിനിങ് കോളേജിലെയും ഹെഡ് മാസ്റ്റർമാർക്കും മറ്റു ജീവനക്കാർക്കും അതനുസരിച്ച് ഒബ്ലിഗേറ്റ് നിയമിച്ചിട്ടുള്ള വകുപ്പ് തല പരീക്ഷകൾ കേരളത്തിലെ പ്രൈമറി സ്കൂളിലെയും അപ്പർ പ്രൈമറി സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാർക്കും PD ടീച്ചർമാർക്കും പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ പ്രവേശനം പൂർത്തീകരിക്കുന്നതിനും തുടർന്ന് ഉദ്യോഗക്കയറ്റം കിട്ടുന്നതിനും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന PW മാനുവൽ പരീക്ഷയ്ക്കും ഫ്രീ കിട്ടും. ടീച്ചേഴ്സിനെല്ലാം കിട്ടും. എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് കോളേജൊക്കെ കിട്ടും. കേരള പഞ്ചായത്ത് വകുപ്പിലെ ജീവനക്കാർക്ക് GOMS പ്രകാരവും മുനിസിപ്പൽ കോമൺ സർവീസിലെ ജീവനക്കാർക്ക് പ്രകാരവും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ഒബ്ലിഗേറ്റ് അനുസരിച്ചുള്ള വകുപ്പ് തല പരീക്ഷയ്ക്ക് ഫീസ് സൗജന്യം ഉണ്ടായിരിക്കും. എന്നാൽ മറ്റു യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് നിലവിൽ ഫീസ് സൗജന്യത്തിന് അർഹതയില്ല. ഓക്കെ, ആരെങ്കിലും ഉണ്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. അതുപോലെ 29/3/2023 ഉത്തരവിൻ പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിർബന്ധമായും പാസ്സാകേണ്ട വകുപ്പ് തല പരീക്ഷ എഴുതുന്നതിന് ഒരു തവണ ഫ്രീ ചാൻസ് അനുവദിച്ചിട്ടുണ്ട്. ട്രഷറി, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്നീ വകുപ്പിലെ ജീവനക്കാർക്ക് ഒഴികെ ഉള്ളവർക്ക്
അക്കൗണ്ടൻസ് ഹയറിന് ഫീ സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ട്രഷറി, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, ഈ 2 വകുപ്പിലെ ജീവനക്കാർക്ക് മാത്രമേ അക്കൗണ്ടൻസ് ഹയറിന് ഫസ്റ്റ് ചാൻസ് പരീക്ഷാ ഫീസ് ഫ്രീ ഉള്ളു. ബാക്കി എല്ലാവരും ഫീസ് അടയ്ക്കണം. വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ സ്റ്റാഫ് നേഴ്സ്, ഹെഡ് നേഴ്സ് എന്നീ തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് വകുപ്പ് തല പരീക്ഷ നിർബന്ധമല്ലാത്തതിനാൽ ഫീസ് സൗജന്യത്തിന് അർഹതയില്ല. HSST, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സ്റ്റാഫ് നേഴ്സ്, ഹെഡ് നേഴ്സ് ഫ്രീ ചാൻസ് ഇല്ല. പരീക്ഷ ഫീസ് കമ്പൽസറി ആയിട്ട് അടച്ചിരിക്കണം. ഇല്ലെങ്കിൽ റിജക്ഷൻ വരും കേട്ടോ. ഒരുപാട് പേർ അങ്ങനെ എഴുതാതിരുന്നിട്ടുണ്ട്. സംശയമില്ലല്ലോ അതിൽ. HSST മാർക്കേ ഉള്ളൂ ഫ്രീ ഇല്ലാത്ത. സ്റ്റാഫ് നേഴ്സ്, ഹെഡ് നേഴ്സ്. ഹയറിന് ഫ്രീ ചാൻസ് ഉള്ളത് ട്രഷറിയും ലോക്കൽ ഫണ്ടും മാത്രം. വകുപ്പ് തല പരീക്ഷയ്ക്ക് ഓൺലൈൻ മുഖേന പരീക്ഷ സമർപ്പിക്കുക. ഫ്രീ ചാൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെസ് എന്ന് രേഖപ്പെടുത്തുന്നു എന്നതുകൊണ്ട് മാത്രം പരീക്ഷാർത്ഥിക്ക് ഫ്രീ ചാൻസ് ലഭിക്കും എന്ന അർഹത ഉണ്ട് എന്ന് അർത്ഥമാക്കരുത് കേട്ടോ. നമ്മൾ ഫ്രീ ചാൻസിൽ യെസ് എന്ന് കാണിക്കും, പക്ഷെ ചിലപ്പോൾ അത് ഈ ഇപ്പൊ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറും ഫ്രീ എന്ന് ടിക്ക് ചെയ്താൽ ചിലപ്പോൾ യെസ് എന്ന് കാണിക്കും. പക്ഷെ അതുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതണമെന്ന് അനുവദിക്കണമെന്നില്ല കേട്ടോ. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഫ്രീ ചാൻസിൽ പരീക്ഷ എഴുതുന്ന അർഹതയില്ലാത്ത പരീക്ഷാർത്ഥികളുടെ അപേക്ഷ നിരസിക്കും. അതിനാൽ ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതുന്നതിന് തങ്ങൾക്ക് അർഹതയുണ്ടെന്ന് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പരിശോധിച്ച്, ഓക്കെ, സർക്കാരിലെ ക്ലാർക്കന്മാർക്കെല്ലാം ലോവറിനുണ്ട്, ടീച്ചേഴ്സിനെല്ലാം ഉണ്ട്, ഓക്കെ, ഡോക്ടേഴ്സിനൊക്കെ കിട്ടും. പിന്നെ പ്രൊഫസർമാർ ഇതിൽ പറയുന്നില്ല, അതുകൊണ്ട് അവരും പരീക്ഷാ ഫീസ് അടയ്ക്കണം. ഫീസ് സൗജന്യത്തിന് അർഹരായിട്ടുള്ളവർ പ്രസ്തുത വിവരം അപേക്ഷയിൽ രേഖപ്പെടുത്തുന്നത് കൂടാതെ അഡ്മിഷൻ ടിക്കറ്റിലെ സർട്ടിഫിക്കറ്റ് തങ്ങളുടെ വകുപ്പ് മേധാവിയോ ആഫീസ് മേധാവിയോ കൊണ്ട് സർട്ടിഫൈ ചെയ്യണം. ടിക്ക് മാർക്ക്. നമുക്ക് ഹോൾ ടിക്കറ്റ് വരില്ലേ, അതിൽ 2-3 കോളങ്ങളുണ്ട്. ഒരു കോളത്തിൽ ഫസ്റ്റ് ചാൻസ് ഫ്രീ ചാൻസ് ആണെന്നും അത് അവൈൽ ചെയ്തിട്ട് ആദ്യമായിട്ട് അവൈൽ ചെയ്തെന്നും പറഞ്ഞ് എഴുതിയിരിക്കും. അത് ടിക്ക് ചെയ്യണം. അത് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മതി അറ്റസ്റ്റ് ചെയ്യുമ്പോൾ. അനക്സർ എയിൽ 6 കൊടുത്തിരിക്കുന്ന PWD മാനുവൽ പരീക്ഷ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് പ്രവേശനം പൂർത്തിയാക്കുന്നതിനും തുടർന്നുള്ള ഉദ്യോഗസ്ഥർ നിപ്പുന്നിച്ചിട്ടുള്ള അക്കൗണ്ടൻസ് ലോവറിനും PWD പരീക്ഷയ്ക്കും പുറമെ നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. എയ്മാർ ആരെങ്കിലും ശ്രദ്ധിച്ചോണം, PWD മാനുവൽ അവർക്ക് ഫ്രീ ആണ്. പോലീസ് ടെസ്റ്റ് 19-20, ജയിൽ ഓഫീസേഴ്സ് ടെസ്റ്റ്, ജയിലായിരുന്നു ഇതിനകത്തൊന്നും ആരും ഇല്ല, അതുകൊണ്ട് അതൊക്കെ വിടുന്നു. ജയിൽ ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഓക്കെ, ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ശരിപ്പോ അതൊക്കെ വിട്ടേക്ക്. ഓക്കെ, UD ക്ലർക്കുമാർ, കേരള പഞ്ചായത്ത് ടെസ്റ്റ്, പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ UD ക്ലർക്കുമാർ, ഹെഡ് ക്ലർക്കുമാർ, പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവർക്ക് വേണ്ടി പ്രകാരം നടത്തുന്ന പൊതുപരീക്ഷയാണ് കേരള പഞ്ചായത്ത് ടെസ്റ്റ്. മുമ്പ് നടത്തിയിരുന്ന കേരള പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് പ്രസ്തുത ഉത്തരവ് പ്രകാരം നിർത്തലാക്കി കഴിഞ്ഞു. പഞ്ചായത്തുകാരുടെ ശ്രദ്ധിച്ചോണം കേട്ടാ. എത്ര 8ാമത്തെ പാര. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഫോർ ദ എക്സിക്യൂട്ടീവ് ആൻഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ്. ഒരു പ്രാവശ്യം അപേക്ഷ കൊടുത്തു, പരീക്ഷ എഴുതിയില്ല, ഇപ്പോൾ അപേക്ഷിക്കുമ്പോൾ ഫീസ് അടയ്ക്കണം കേട്ടോ. ഓക്കെ, അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, ഫസ്റ്റ് ചാൻസിൽ ഫ്രീ തീർന്നാൽ പോയി, ഇനി വീണ്ടും ഫീസ് അടച്ചോണം. അതുപോലെ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് നമ്മൾ എന്താണ് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വരാത്തവരാണെങ്കിൽ ആദ്യം തൊട്ട് തന്നെ മൊത്തം അടച്ചേക്കണം കേട്ടോ. സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കേണ്ടി വരും, ഡിഫോൾട്ട് കാണിക്കും. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഫോർ ദി എക്സിക്യൂട്ടീവ് ആൻഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് KSEB ബോർഡ് എന്ന വകുപ്പ് തല പരീക്ഷ പഴയ സിലബസിൽ 3ാമത്തെ പേപ്പറായി ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് പ്രസ്തുത സിലബസിൽ പാസ്സാകുന്നതിന് 2 അവസരം നൽകിയിരുന്നതും മേപ്പടി പേപ്പർ ജയിക്കുന്ന മുറയ്ക്ക് പഴയ സിലബസിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതും ഇലക്ട്രിസിറ്റി ബോർഡ് വായിച്ചോണേ, ശ്രദ്ധിച്ചോണേ. 1/2019 പരിഷ്കരിച്ച സിലബസിലുള്ള ഇലക്ട്രിസിറ്റി ആക്ട് 2003, കമ്പനീസ് ആക്ട് 2013 റൂൾസും അതോടൊപ്പം പുതിയ ഉൾപ്പെടുത്തിയ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പാസ്സാവുന്നവർക്ക് മാത്രം പുതിയ സിലബസിലുള്ള സർട്ടിഫിക്കറ്റ് നൽകും. KSEB-കാരുണ്ടെന്ന് ശ്രദ്ധിച്ചോണം. ജയിൽ ടെസ്റ്റ് അതൊക്കെ വിട്ടേക്ക്, ജയിൽ ടെസ്റ്റ് ആരും ഇല്ല. എല്ലാ ടെസ്റ്റുകളും ഭാഗികമായി പാസ്സാകാം, ഓരോന്ന് പാസ്സാകാം. അതുകൊണ്ട് പരീക്ഷാർത്ഥികൾക്ക് അവർ പാസ്സാകേണ്ട ടെസ്റ്റുകൾ മുഴുവനായോ ഒന്നോ അതിലധികമോ പേപ്പറുകൾ മാത്രമായോ ചേരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഓൺലൈൻ OMR മാതൃകയിലുള്ള ടെസ്റ്റുകളുടെ സമയം അക്കൗണ്ട് ടെസ്റ്റ് KSR, അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് 1.5 മണിക്കൂർ ആയിരിക്കും. KSR 2 മണിക്കൂർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഉദ്യോഗസ്ഥ നിയമത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരീക്ഷകൾ മലയാളം ഒഴിച്ചുള്ള പ്രാദേശിക ഭാഷകളിൽ എഴുതുന്നവർക്ക് വേണ്ടി ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് അനുബന്ധം അത് വിട്ടേര്. ഭാഷ ന്യൂനപക്ഷം, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് അവരൊന്നും അതിനകത്തില്ലെന്ന് തോന്നുന്നു. എല്ലാ ടെസ്റ്റുകൾക്കും ജയിക്കുന്നതിന് 40 മാർക്ക് വേണം.
റവന്യൂ ടെസ്റ്റ്. ഫ്രീ ചാൻസിന് ആവശ്യപ്പെടുന്ന അന്യത്ര സേവനത്തിൽ തുടർന്ന് ജീവനക്കാർ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസ് മേധാവി വകുപ്പ് മേധാവിയെ കൊണ്ട് അഡ്മിഷൻ ടിക്കറ്റ് സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തണം. അതായത് ഡെപ്യൂട്ടേഷനിൽ പോയവര്, ഡെപ്യൂട്ടേഷൻ അല്ലെ അന്യസേവനം, അന്യത്ര സേവനം എന്ന് പറയും. ഡെപ്യൂട്ടേഷനിലെ ഫോറിൻ സർവീസിൽ പോയവര്, അതായത് നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ വകുപ്പ് മേധാവി അല്ലെങ്കിൽ ഓഫീസ് മേധാവി ആയിരിക്കണം ഹോൾ ടിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ബന്ധപ്പെട്ട ജനപ്രതിനിധി നിർവഹിച്ചാലും മതിയാവും. ജനപ്രതിനിധികളുടെ പേഴ്സണൽ സ്റ്റാഫ്, ഓക്കെ, അവിടെ മന്ത്രിമാരുടെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫ് അല്ലെ MLA-മാരുടെ പേഴ്സണൽ സ്റ്റാഫ്, ആ MLA-മാര് തന്നെ സർട്ടിഫൈ ചെയ്താൽ മതി. ഓക്കെ. കേരള പഞ്ചായത്ത് ടെസ്റ്റ് അതൊക്കെ വിട്ടേക്കും. പ്രൊബേഷൻ ഓഫീസർ ഉദ്ദേശിച്ചുള്ള ആളാണ്, അത് നമുക്ക് ഇവിടെ കാര്യമില്ല. ഓക്കെ. ഇനി നമുക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണെന്ന് നോക്കാം. അനക്സർ എയിൽ 15 കൊടുത്തിരിക്കുന്ന മുനിസിപ്പൽ ടെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ജോലി ചെയ്യുന്ന ക്ലാർക്കന്മാർ, മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാർക്കന്മാർക്ക് വേണ്ടിയുള്ളതാണ്. പരീക്ഷകളിൽ ബുക്കുകളുടെ സഹായത്തോടെ ഉത്തരം എഴുതാവുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണെന്ന് അനുബന്ധത്തിൽ സിലബസ് വിവരിക്കുന്നിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. വിത്ത് ബുക്ക്, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചേക്കാം, കോമൺ ആയിട്ടുള്ളതാണ്. പരീക്ഷകളിൽ ബുക്കുകളുടെ സഹായത്തോടുകൂടി ഉത്തരം എഴുതാവുന്ന ടെസ്റ്റുകൾ വിത്ത് ബുക്സ് ഏതെല്ലാമാണെന്ന് അനുബന്ധത്തിൽ സിലബസ് വിവരിക്കുന്നിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പുസ്തകങ്ങളും ഗവൺമെന്റ് പ്രസിദ്ധീകരണങ്ങൾ മാത്രം, അവയിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികളും തത്സംബന്ധമായി ഗവൺമെന്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ആക്ടും റൂൾസും മാത്രം ഉപയോഗിക്കാം. സർക്കാർ ഉത്തരവാകുന്ന മുറയ്ക്ക് നിശ്ചിത പേപ്പർ നിർദ്ദിഷ്ട കാലാവധിക്ക് അനുവദിക്കുന്ന പരീക്ഷ സ്വകാര്യ പ്രസിദ്ധീകരണം മാത്രമേ പരീക്ഷകൾ ഉപയോഗിക്കാൻ. അതായത് സർക്കാർ ചില പ്രസിദ്ധീകരണങ്ങൾ സ്വകാര്യ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്, അത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ടൈം ടേബിൾ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലാതെ സ്വകാര്യ പ്രസാധകർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള സർവീസ് റൂൾസ് തുടങ്ങിയ സ്വകാര്യ പ്രസിദ്ധീകരണവും പരീക്ഷകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കുറിപ്പുകളോ വിവരങ്ങളോ അടങ്ങിയ ബുക്കുകളും ഗൈഡുകളും അംഗീകൃത പുസ്തകങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും, ചിലതൊക്കെ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉപയോഗിക്കാവുന്ന, എന്നിവയും പരീക്ഷകളിൽ കൊണ്ടുവരുന്നതിന് അനുവദിക്കുന്നതല്ല. സർക്കാർ പ്രസിദ്ധീകരണം തന്നെ വേണം. എന്നാൽ ചിലതൊക്കെ നമുക്ക് ഓൺലൈൻ എടുക്കാമെന്ന് പറയുന്നുണ്ട്, അത് ചില ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രമേ ഉള്ളൂ. അക്കൗണ്ടൻസിനൊന്നും അത് പറ്റത്തില്ല. പേർവിഷന്റെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വല്ലതും അല്ലാത്തതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരീക്ഷാഫലം അസാധുവാക്കുന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. കോട്ടെ, ബുക്കുകൾ അവർ എടുത്തുകൊണ്ട് പോകും. സിലബസിന്റെ നേർക്ക് വിത്ത് ബുക്സ് എന്ന് പരീക്ഷ എഴുതിയിട്ടില്ലാത്ത പരീക്ഷകൾ ബുക്കുകളുടെ സഹായം ഇല്ലാതെ എഴുതണം. മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, വാക്ക്മാൻ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച് മുതലായ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ ക്യാമ്പസിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പരീക്ഷാ ചുമതല വഹിക്കുന്ന ചീഫ് സൂപ്രണ്ട്, അസിസ്റ്റന്റ് സൂപ്രണ്ട്, അഡീഷണൽ സൂപ്രണ്ട് അപമര്യാദയെ പെരുമാറാനൊന്നും പാടില്ല. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന അവസാന തീയതി വരെ പരീക്ഷാർത്ഥികൾക്ക് പേപ്പർ അല്ലെങ്കിൽ മേഖല എന്നിവ മാറ്റുവാനുള്ള അവസരം അവരുടെ പ്രൊഫൈലിൽ ലഭിക്കുന്നതാണ്. പരീക്ഷാ പേപ്പറുകൾ പരീക്ഷാർത്ഥികൾ സ്വയം തിരഞ്ഞെടുക്കുന്നതിനാൽ അവസാന തീയതിക്ക് ശേഷം യാതൊരു കാരണവശാലും മാറ്റം വരാത്തില്ല. പരീക്ഷയുടെ സെന്ററുകൾ മാറ്റിക്കിട്ടണമെന്നുള്ള അപേക്ഷകൾ സാധാരണഗതിയിൽ പരിഗണിക്കുന്നതല്ല. സെന്റർ മാറ്റാൻ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട്, അവസാന തീയതിയും കഴിഞ്ഞിട്ട്. എന്നാൽ ട്രാൻസ്ഫർ അല്ലെ ട്രെയിനിങ് മൂലം പരീക്ഷാ കേന്ദ്രം മാറ്റിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടിയതിനു ശേഷം ബന്ധപ്പെട്ട ഉത്തരവ് സഹിതം പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വകുപ്പ് തല പരീക്ഷാ വിഭാഗം ജോയിന്റ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകണം. അപ്പൊ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞു, നമുക്ക് ട്രാൻസ്ഫർ വന്നു, അപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം അതിന്റെ ഉത്തരവ് കൂടെ വെച്ചിട്ട് നമ്മൾ അപേക്ഷ കൊടുത്താൽ മതി, മാറ്റിത്തരും കേട്ടോ. ജോയിന്റ് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കണം. അത്തരം കേസുകളിൽ ഇമെയിൽ ചെയ്താൽ മതിയാവും. അത്തരം കേസുകളിൽ ലഭ്യതയ്ക്കനുസരിച്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റി നൽകുന്നതാണ്. നിർബന്ധിച്ച് തീർത്തും കിട്ടുമെന്ന് പറയാനും പറ്റുന്നില്ല. കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന രേഖാമൂലമായ അനുവാദം കൂടാതെ സെന്ററുകളും പേപ്പറുകളും മാറി എഴുതുന്ന പരീക്ഷാർത്ഥികളുടെ പരീക്ഷാഫലം അസാധുവാക്കപ്പെടും. പരീക്ഷാർത്ഥികൾക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ റീജിയൻ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതും തിരഞ്ഞെടുത്ത റീജിയൻ തന്നെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിയതെന്നും ഉറപ്പുവരുത്തണം. അപേക്ഷകൾ അയക്കുന്ന സമയത്ത് പരീക്ഷാർത്ഥികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വകുപ്പുതല പരീക്ഷാ സംബന്ധമായിട്ടുള്ള കത്തിടപാടുകൾ ജോയിന്റ് സെക്രട്ടറി, വകുപ്പുതല പരീക്ഷാ വിഭാഗം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, പട്ടം, തിരുവനന്തപുരം, അതാണ് കേട്ടോ. ജോയിന്റ് സെക്രട്ടറി ഇമെയിൽ ഞാൻ അയച്ചു തരാം, അതുകൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ജോയിന്റ് സെക്രട്ടറിയേറ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടുന്നത്, PSC സെക്രട്ടറിയേറ്റ് അല്ല. 16ാമത്തെ പേജിൽ അത് പറഞ്ഞേക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ റൂൾസ്, എക്സൈസ് വായിച്ചോളൂ. ഓക്കെ. മതിയായ ന്യൂനതയുള്ള അപേക്ഷകൾ നിരസിക്കും. മതിയായ ഫീസ് ഇല്ലാത്ത അപേക്ഷകൾ നിരസിക്കാനുള്ള കാരണങ്ങൾ:
പരീക്ഷ ഫീസ് അടയ്ക്കുന്നതെന്ന് ഒഴിവാക്കപ്പെടുന്നതിനുള്ള അർഹതയില്ലാത്ത സൗജന്യ അവസരം, ഫ്രീ ചാൻസ് നമുക്ക് അർഹതയില്ലാതെ തന്നെ ചോദിച്ചാൽ, ഒരു സർട്ടിഫിക്കറ്റിന് ആവശ്യമായ പേപ്പറുകൾക്ക് മുഴുവനായ ഭാഗികമായ സൗജന്യ അവസരം ഒരു തവണ രേഖപ്പെടുത്തുകയും പിന്നീട് സൗജന്യത്തിന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതൊക്കെ നിരസിക്കും. നിർദ്ദേശപ്രകാരം അല്ലാത്ത ഫോട്ടോയോട് കൂടിയുള്ള അപേക്ഷകൾ പ്രസ്തുത ന്യൂനതകൾ ഏതെങ്കിലും ഘട്ടത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അറിയിപ്പൊന്നും കൂടാതെ അപേക്ഷ നിരസിക്കും, പരീക്ഷാഫലം അസാധുവാക്കും. താഴെ പറഞ്ഞ ന്യൂനതകളുടെ പരീക്ഷാഫലം അസാധുവാക്കും. അഡ്മിഷൻ ടിക്കറ്റിലെ സാക്ഷ്യപ്പെടുത്തലുകൾ യഥാവധി നിർവഹിക്കാതിരിക്കുക. അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുമ്പോൾ ശ്രദ്ധിച്ചു വേണം സർട്ടിഫൈ ചെയ്യാൻ. ഫീസ് സൗജന്യം അപേക്ഷയിൽ അവകാശപ്പെടുകയും അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കേണ്ട, സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഹോൾ ടിക്കറ്റിൽ മതിയാകും. അഡ്മിഷൻ ടിക്കറ്റ് പ്രകാരം അനുവദിക്കാത്ത പേപ്പറുകൾക്ക് പരീക്ഷ എഴുതുക. അഡ്മിഷൻ ടിക്കറ്റിലെ ഫോട്ടോയ്ക്ക് മുകളിൽ മറ്റു ഫോട്ടോ ഒട്ടിച്ച് പരീക്ഷയ്ക്ക് ഹാജരാകുക, ഒന്നും പാടില്ല. അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ ഹാളിൽ ഹാജരാക്കേണ്ടതും പരിശോധനയ്ക്കായി അധികൃതർക്ക് കൈമാറേണ്ടതുമാണ്. ഹോൾ ടിക്കറ്റ് അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കാത്ത പക്ഷം പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല. അഡ്മിഷൻ ടിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പരീക്ഷാർത്ഥിയുടെ ഒപ്പ്, ഫോട്ടോ, പേര് എന്നിവയും ഫ്രീ ചാൻസ് അവകാശപ്പെടുകയാണെങ്കിൽ ആയുധം പരിശോധിച്ച് മേലധികാരി ബന്ധപ്പെട്ട കോളങ്ങളിൽ ടിക്ക് മാർക്ക് ചെയ്തുവെന്നും, അങ്ങനെയുണ്ട്, 2 കോളങ്ങൾ കൊടുത്തിരിക്കും കേട്ടോ. അത് സർട്ടിഫൈഡ് ദാറ്റ് ഐ ഹാവ് വെരിഫൈഡ് ദ ഫോട്ടോ, സിഗ്നേച്ചർ, നെയിം എന്ന് പറഞ്ഞൊരു ഒരു കോളം വരും. പിന്നെ ഫ്രീ ചാൻസ് അവൈൽ ചെയ്തത് ശരിയാണെങ്കിൽ അത് ടിക്ക് മാർക്ക് ചെയ്യണം. ആ കോളം ഫ്രീ ആയിട്ട് ഇടരുത് കേട്ടോ. ഫ്രീ ചാൻസ് ഇല്ലെങ്കിൽ ടിക്ക് ചെയ്യണ്ട, ഫ്രീ ചാൻസ് ഉണ്ടെങ്കിൽ അതുപോലെ ടിക്ക് ചെയ്യണം. അതുപോലെ ഫോട്ടോയൊക്കെ പരിശോധിച്ചു എന്നും ഒപ്പ് ഇട്ടത് എൻ്റെ പ്രസൻസിലാണെന്നും ആ ഹോൾ ടിക്കറ്റിൽ വരും. ഞാനത് ഹോൾ ടിക്കറ്റ് വരുമ്പം അതിൻ്റെ കോപ്പിയൊക്കെ അയച്ചിട്ട് പറയാം. ഓഫീസ് മുദ്രയോടൊപ്പം സാക്ഷ്യപ്പെടുത്തുന്ന മേലധികാരിയുടെ ഒപ്പ്, പേര്, തസ്തികയുടെ പേര് എന്നിവ ഓരോന്നും വ്യക്തമായി അഡ്മിഷൻ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതായത് സർട്ടിഫൈ ചെയ്യുന്ന നമ്മുടെ ഹോൾ ടിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്ന ആളിന്റെ ഒപ്പുണ്ടായിരിക്കണം, പേരുണ്ടായിരിക്കണം, തസ്തികയുടെ പേരുണ്ടാവണം. ഇപ്പൊ ചിലരൊക്കെ സീലിനകത്ത് പേര് കാണില്ല, അപ്പൊ പേര് എഴുതിയിരിക്കണം. ഒപ്പിനോട് ചിലടത്തൊക്കെ ഡെസിഗ്നേഷൻ സീലില്ലേ, ഇപ്പൊ ഒപ്പിട്ടു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നെയിം, ചിലടത്ത് നെയിം സിഗ്നേച്ചർ ഡെസിഗ്നേഷൻ കാണും അവരുടെ കയ്യിൽ, ഇല്ലെങ്കിൽ പേര് എഴുതിയിട്ട് വേണം ഡെസിഗ്നേഷൻ സീൽ അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസ് സീലും അടിച്ചിരിക്കണം. ഹോൾ ടിക്കറ്റ് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ. ഓഫീസ് സീൽ മേലധികാരിയുടെ ഔദ്യോഗിക പദവിക്ക് തെളിവായി സ്വീകരിക്കുന്നതല്ല. ഓഫീസിൽ മാത്രം പോരാ, അതുണ്ടായിരിക്കണം പക്ഷേ കേട്ടോ. പേര്, ഒപ്പ്, തസ്തികയുടെ പേര്, തസ്തികയുടെ പേരിന് സീല് കാണും, ചിലപ്പോൾ പേര് ഉൾപ്പെടെയുള്ള സീല് കാണും. അതുപോലെ ഒപ്പുള്ള സീലൊന്നും അടിക്കാൻ പാടില്ല. ചിലടത്തൊക്കെ ഫാക്സിമിലി, അത് പോരാ, ഒപ്പൊട്ടിരിക്കണം. അപേക്ഷകൻ തന്നെ ഓഫീസ് മേലധികാരി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മേലധികാരിയുടെ മേലൊപ്പ് വാങ്ങണം കേട്ടോ. ഓഫീസ് ഹെഡ് അവരവരാണെങ്കിൽ തൊട്ട് ഇമ്മീഡിയറ്റ് സുപ്പീരിയറുടെ വേണം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകുന്നതിനാലും അപൂർണമായോ അവ്യക്തമായോ ആയ സാക്ഷ്യപ്പെടുത്തൽ കാരണം പരീക്ഷാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമാകുന്നതാണ്. വകുപ്പ് തല പരീക്ഷകൾക്ക് ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷകളുടെ ആദ്യഘട്ട സൂക്ഷ്മ പരിശോധനയിൽ സാധുവായി കണ്ടെത്തുന്നവരെ മാത്രം സ്വാഭാവികമായി പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതാണ്. പരീക്ഷകളുടെ വിദഗ്ധ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെടുത്താൽ അസാധുവാക്കും. അപേക്ഷകൾ വിജയകരമായി സമർപ്പിച്ചു എന്നതുകൊണ്ട് അപേക്ഷകൾ അന്തിമമായി സ്വീകരിക്കപ്പെട്ടു എന്ന് ധരിക്കേണ്ടതില്ല. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം പരീക്ഷാർത്ഥികൾ റീജിയൻ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഇ പേയ്മെന്റായി ഫീസ് എടുക്കുന്ന സമയത്തും നൽകുന്ന അലർട്ട് കൃത്യമായി ശ്രദ്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണം. റീജിയൻ ശ്രദ്ധിച്ചോണം. അപേക്ഷകൻ ഒരു പ്രൊഫൈലിലൂടെ തന്നെ അപേക്ഷ സമർപ്പിച്ച് ബന്ധപ്പെട്ട പേപ്പറുകൾ വിജയിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. 2 പ്രൊഫൈൽ വഴി അപേക്ഷ നൽകി വിജയിച്ച ശേഷം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകുന്നതല്ല. ഒരു പരീക്ഷയുടെ എല്ലാ പേപ്പറുകളും ഒറ്റ പ്രൊഫൈൽ വഴി തന്നെ അപേക്ഷിച്ചിരിക്കണം. ശ്രദ്ധിച്ചോണം കേട്ടോ. ഒരു പരീക്ഷാർത്ഥി ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ സൃഷ്ടിക്കാൻ പാടുള്ളതല്ല. ഏതെങ്കിലും കാരണവശാൽ വകുപ്പ് തല പരീക്ഷകൾ റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്ന പക്ഷം ആയത് സംബന്ധിച്ച വിവരങ്ങൾ പത്ര, ദൃശ്യ മാധ്യമങ്ങൾ വഴി മാത്രം അറിയിക്കുന്നതാണ്. പരീക്ഷാർത്ഥികൾക്ക് വ്യക്തിഗത മെമ്മോ ലഭിക്കുന്നതല്ല. പക്ഷെ നമ്മുടെ പ്രൊഫൈലിൽ വരാറുണ്ട്. അടുത്ത നമുക്ക് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് പരീക്ഷയ്ക്ക് അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ഇതുവരെയും 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു PDF ഇവിടെ ഡിസ്കസ് ചെയ്യാം, വീഡിയോയും കൂടി കാണണം. അതിനുശേഷം നമ്മൾ അപ്ലൈ ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കയറി വീണ്ടും യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഹോം മെനു കാണാൻ പറ്റും. അവിടെ അപ്ലൈ ഫോർ ടെസ്റ്റ്, ന്യൂ കാണും, ഓരോന്ന് പേര്, ഓരോ എല്ലാ ഡീറ്റെയിൽസും വരും. അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അപ്ലൈ ഫോർ ടെസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ തന്നെ ന്യൂ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും. അത് സെലക്ട് ചെയ്താൽ മതി, പ്രൊസീഡ് ചെയ്യാം.
അപ്പോൾ ആദ്യത്തെ അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഏതൊക്കെ പേപ്പർ ചൂസ് ചെയ്യണം അത് ശ്രദ്ധിക്കണം. അതായത് നെയിം ഓഫ് ടെസ്റ്റ് നമ്മൾ അത് കോളം പോലെ ഇങ്ങനെ കാണിക്കും, മിക്കവാറും ഇതേ ഓർഡറിലായിരിക്കും കിടക്കുന്നത്. നെയിം ഓഫ് ടെസ്റ്റ് ചൂസ് ചെയ്യണം. അപ്പൊ MOP ഉള്ളൊരു മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യണം. അപ്പൊ അതിന്റെ സിലബസും അവിടെ കാണിക്കും. ഓഫീസ് യൂസിന്റെ സെക്രട്ടേറിയറ്റ് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ. പേപ്പർ അതായത് പേപ്പർ സെലക്ട് ചെയ്തതിനു ശേഷമാണ് ഫീസിലേക്ക് പോകുന്നത് തന്നെ. ഓരോ ഇപ്പൊ MOP ചൂസ് ചെയ്യുമ്പോൾ MOP ഫ്രീ ആണെങ്കിൽ അവിടെ ഫ്രീ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ 160 രൂപ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് PWD മാനുവൽ ഉള്ളവർക്ക് കേരള PWD മാനുവൽ ഇവിടെ കിടപ്പുണ്ട്. PWD മാനുവൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ എഴുതേണ്ടുന്ന പരീക്ഷ നമുക്കറിയാം ലോവർ പരീക്ഷയാണ്. അക്കൗണ്ടൻസി ലോവർ എന്ന് പറഞ്ഞ് നെയിം ഓഫ് ടെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. അക്കൗണ്ടൻസി ലോവർ 4 പേപ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തിരിക്കും. അതിൽ നിങ്ങൾക്ക് 4 പേപ്പർ ഉണ്ടെങ്കിൽ ഓൾ സിലക്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതല്ല 2 പേപ്പറേ ഉള്ളെങ്കിൽ 1 പേപ്പറേ ഉള്ളെങ്കിലും അത് മാത്രം സെലക്ട് ചെയ്യാം. 2 പേപ്പറുള്ള അത് സെലക്ട് ചെയ്യാം. ഇപ്പൊ 3 പേപ്പർ ഉണ്ടെങ്കിൽ 3 എണ്ണം സെലക്ട് ചെയ്യാം. ഇനി ഓരോന്നും ക്ലിക്ക് ചെയ്തും സെലക്ട് ചെയ്യാം. അല്ലെ ഓൾ പേപ്പേഴ്സ് കൊടുത്താൽ മതി. ഫ്രീ ചാൻസ് ആണെങ്കിൽ അവിടെ ഫ്രീ ചോദിക്കും. ഫ്രീ ആണെങ്കിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാവുള്ളൂ കേട്ടോ, ഫസ്റ്റ് ചാൻസ്. ഇല്ല ഡിഫോൾട്ടായിട്ട് ഫീസ് കാണിക്കും. ഫീസ് നമ്മൾ എഴുതിയൊന്നും വേണ്ട, ഡിഫോൾട്ട് ആണ് നമ്മൾ സെലക്ട് ചെയ്തതനുസരിച്ചിട്ട്. അക്കൗണ്ടൻസി ലോവർ 4 പേപ്പേഴ്സ്, ലോവർ നെയിം ഓഫ് ടെസ്റ്റ് അക്കൗണ്ടൻസി ലോവർ എന്ന് തന്നെ കാണും. പേപ്പർ അവിടെ റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അക്കൗണ്ടൻസി ഹയർ, ഒരു സെക്കൻഡ്, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് വരുന്നതിന് മുമ്പായിട്ട് അക്കൗണ്ടൻസി ഹയർ എടുക്കുമ്പോൾ അടുത്ത അക്കൗണ്ടൻസി ഹയർ അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ 2 ഓപ്ഷൻസ് കിടപ്പുണ്ടാവും. അക്കൗണ്ടൻസി ഹയർ 4 പേപ്പേഴ്സ് എന്നും പറഞ്ഞൊരു ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു നെയിം ഓഫ് ടെസ്റ്റ് ഉണ്ട്. അക്കൗണ്ടൻസി ഹയർ 5 പേപ്പേഴ്സ് എന്നും പറഞ്ഞുണ്ട്. 5 പേപ്പേഴ്സ് PWDയിലും ഇലക്ട്രിസിറ്റി ബോർഡിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ 5 പേപ്പേഴ്സ് സെലക്ട് ചെയ്യേണ്ടുന്നത്. അല്ലാതെ കോമൺ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാർക്കുമാരും ടീച്ചേഴ്സും എല്ലാം ഹയർ എഴുതുമ്പോൾ 4 പേപ്പറെ സെലക്ട് ചെയ്യാവുള്ളൂ കേട്ടോ. അക്കൗണ്ടൻസി ഹയർ 4 പേപ്പേഴ്സ്. അക്കൗണ്ടൻസി ഹയർ എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ഓഫ് ടെസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അക്കൗണ്ടൻസി ഹയർ എന്ന് പറഞ്ഞ് 5 പേപ്പറിന്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, 4 പേപ്പറിന്റെയും കാണാൻ സാധിക്കും കേട്ടോ. അക്കൗണ്ടൻസി ഹയർ 4 പേപ്പേഴ്സ് അത് സെലക്ട് ചെയ്യണം. അതിലെ പേപ്പേഴ്സ് സെലക്ട് ചെയ്യണം കേട്ടോ. പാർട്ട് 1 ഒരു പേപ്പർ കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2 ബഡ്ജറ്റ് മാനുവൽ. പാർട്ട് 2 3 പേപ്പേഴ്സ്, ഇൻട്രൊഡക്ഷൻ, ട്രഷറി കോഡ്, KSR. ലോവർ ഹയറും ആയി. ടീച്ചേഴ്സ് ആണ് KER, കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്ന് പറഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി, കാണാൻ സാധിക്കും. അതുകൂടി സെലക്ട് ചെയ്യണം. ടോട്ടൽ ഫീസ് കാണിക്കും. ഇത് കൂടാതെ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് അക്കൗണ്ടൻസി ലോവർ ഫോർ ദ മിനിസ്റ്റീരിയൽ ആൻഡ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓഫ് KSEB. KSEBക്ക് പ്രത്യേകമാണ്. KSEB ഉള്ളവർ ശ്രദ്ധിച്ചോണം, ലോവർ കയറി സെലക്ട് ചെയ്യരുത്. അവർക്ക് പ്രത്യേകം ലോവർ ഉണ്ട്. അക്കൗണ്ടൻസി ലോവർ ഫോർ ദ മിനിസ്റ്റീരിയൽ ആൻഡ് എക്സിക്യൂട്ടീവ് സ്റ്റാഫ് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി, കാണാം. അവർക്ക് കേരള സർവീസ് റൂൾസ് വിത്ത് ബുക്സ്, കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2 ബഡ്ജറ്റ് മാനുവൽ, എലിമെന്റ്സ് ഓഫ് കൊമേഴ്സ്യൽ അക്കൗണ്ട്സ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എക്സെട്ര. മിക്കവാറും ഇതേ ക്രമത്തിൽ തന്നെ ആയിരിക്കും വരുന്നത്, പ്രൊഫൈലിലൊക്കെ വരുന്നത്. അടുത്ത അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. അക്കൗണ്ടൻസി എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എഴുതുന്നവർ അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 പേപ്പേഴ്സ് ഉള്ളൂ, 2 സെലക്ട് ചെയ്യണം. കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2. അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ്സ് എഴുതുന്നവർക്ക് ഇപ്പം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനാണെങ്കിൽ ലോവറും എഴുതാം. ലോവർ പരീക്ഷാ ഫീസ് കിട്ടി വെക്കണമെന്നേ ഉള്ളൂ എല്ലാത്തിനും. അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കൊക്കെ ലോവർ വേണമെങ്കിലും എഴുതാം. അക്കൗണ്ടൻസി ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് 2 പേപ്പേഴ്സ് ആണ്. പേപ്പർ 1 കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2. 2 കേരള സർവീസ് റൂൾസ്, കേരള ഫൈനാൻഷ്യൽ കോഡും കേരള അക്കൗണ്ട് കോഡ് വോളിയം 1, കേരള ബഡ്ജറ്റ് മാനുവൽ അല്ലേ, അത് സിലബസ് ആണ്. പേപ്പർ 1 കേരള ഫൈനാൻഷ്യൽ കോഡ് എന്ന് കാണും. പേപ്പർ 2 ചിലപ്പോൾ ആ പ്രൊഫൈലില് ഈ ഓരോന്നും കാണത്തില്ല കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾ പ്രൊഫൈലില് നെയിം ഓഫ് പേപ്പർ ചിലപ്പോഴേ ഫുൾ കാണില്ല, ചിലപ്പോഴതിന്. അതായത് ഇപ്പൊ ലോവറിന്റെ എടുക്കുമ്പോൾ തന്നെ ഇപ്പോഴ് 2ാമത്തെ പേപ്പർ ചിലപ്പോൾ ഫൈനാൻഷ്യൽ കോഡ് എന്നേ കാണത്തുള്ളൂ, ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണൂ, ട്രഷറി കോഡ് അങ്ങനെ ഉണ്ടെങ്കിലും അത് സെലക്ട് ചെയ്താൽ മതി.
അപ്പൊ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് ഒന്നാമത്തെ പേപ്പർ ഏതാണ്? കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 2. സിലബസ് ഉണ്ട്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ, 2 പേപ്പേഴ്സ്. രണ്ടാമത്തെ പേപ്പർ KSR, കേരള സർവീസ് റൂൾസ്. അക്കൗണ്ടൻസ് ഹയറിന്റെ ഞാൻ പറഞ്ഞു. ജനറൽ ആയിട്ടുള്ള ടീച്ചേഴ്സും ക്ലാർക്കന്മാരെല്ലാം ഹയർ 4 പേപ്പർ ഇടുന്നവർ ആ 4 പേപ്പർ സെലക്ട് ചെയ്യണം. 5 പോയി സെലക്ട് ചെയ്യരുത്. 5-ൽ പോയിട്ട് 2ഉം 1ഉം ഇങ്ങനെ സെലക്ട് ചെയ്യരുത് കേട്ടോ. 2 ഓപ്ഷൻസ് അവിടെ കിടപ്പുണ്ടാവും. അക്കൗണ്ടൻസുകാരൻ്റെ 5 പേപ്പറിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, 4 പേപ്പറിന്റെ ഓപ്ഷൻ ഉണ്ട്. 4 എടുക്കാവുള്ളൂ. അല്ല 5 എടുത്തിട്ട് അതിൽ നിന്ന് 4 പേപ്പർ ചൂസ് ചെയ്യരുത് കേട്ടോ. 4 പേപ്പർ തന്നെ എടുക്കണം. അക്കൗണ്ടൻസ് ഹയർ 4 പേപ്പേഴ്സ് ഫോർ വർക്കിംഗ് ഇൻ KSCB. കേരള KSCB-ക്കാരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവർക്ക് ഹയർ ഒക്കെ വേറെയാ, ലോവറും വേറെയാ. അവരുടെ ഹയറിന്റെ സിലബസ് കേരള പബ്ലിക് അക്കൗണ്ട് കോഡ്, കേരള ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 1, കേരള ബഡ്ജറ്റ് മാനുവൽ, ഇൻട്രൊഡക്ഷൻ, കേരള സർവീസ് റൂൾസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. പിന്നെ PWD ടെസ്റ്റ്, കേരള PWD കോഡ്, PWD അക്കൗണ്ട് കോഡ്. പിന്നെ KSCB-ക്കാരുടെയാ 12ാമത്തത്. KSCB-യുടെ ഓരോ അവർക്ക് അവരുടേതായ ഡിപ്പാർട്ട്മെന്റിന്റെ പരീക്ഷകൾ ധാരാളമുണ്ട്. PWD കോഡ്, D കോഡ്, ഇലക്ട്രിസിറ്റി ആക്ട്, കമ്പനീസ് ആക്ട്, ഓരോന്നും ഓരോ പേപ്പറാ. ഡിപ്പാർട്ട്മെന്റ് മാനുവൽ ഓഫ് ഓഫീസ് പേഴ്സൺ, MOP ഉണ്ട്. ഗുഡ് സർവീസസ് ഉണ്ട്. 5 പേപ്പേഴ്സ് ഉണ്ട്. KSCB-ക്കാർക്കുള്ള പ്രത്യേകം പേപ്പേഴ്സാ 12ാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ വരും അത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് ഓഫ് KSCB, എക്സിക്യൂട്ടീവ് സ്റ്റാഫിന് മിനിസ്റ്റീരിയലും എക്സിക്യൂട്ടീവ് രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുനിസിപ്പൽ ടെസ്റ്റ്, മുനിസിപ്പൽ ജീവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഫസ്റ്റിൽ എഴുതുന്നവർ കേരള മുനിസിപ്പൽ ടെസ്റ്റ് 3 പേപ്പേഴ്സേ ഉള്ളൂ. 1 കേരള സർവീസ് റൂൾസാ, 2 ഫൈനാൻഷ്യൽ കോഡ് വോളിയം 1 and 1, കേരള ബഡ്ജറ്റ് മാനുവൽ, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 and 2 ആണ്. അക്കൗണ്ട് കോഡ് വോളിയം 1ഉം 2ഉം ഉണ്ട്, ശ്രദ്ധിച്ചോണം കേട്ടോ. മുനിസിപ്പൽ സ്റ്റാഫ്. പിന്നെ അവരുടെ ആക്ട് ആൻഡ് റൂൾസാ. മുനിസിപ്പൽ ആക്ട്, ലോക്കൽ അതോറിറ്റീസ് എൻ്റർടൈൻമെന്റ് ആക്ട്, അതൊക്കെ ഒത്തിരി ആക്ടുകളുണ്ട്. കേരള മുനിസിപ്പൽ ടെസ്റ്റ് വേറെയാണ്. ലോവർ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല അവർ കേട്ടോ. മുനിസിപ്പൽ ടെസ്റ്റ് ആക്ട് ആൻഡ് റൂൾസ് ഒക്കെയാ. അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചോണം. നമുക്ക് അടുത്തത് ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെതായിട്ടുള്ള പേപ്പേഴ്സ്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ളതല്ല. അത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ശ്രദ്ധിച്ചാൽ മതി. ജുഡീഷ്യൽ ടെസ്റ്റ്, കോടതിക്കാരാണെങ്കിൽ ക്രിമിനൽ ടെസ്റ്റ് ഉണ്ട്, ക്രിമിനൽ ജുഡീഷ്യൽ, സിവിൽ ജുഡീഷ്യൽ ടെസ്റ്റ്. എംപ്ലോയ്മെന്റ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകം ടെസ്റ്റുകളാണ്. കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എവിടെ കിടക്കുന്നു നോക്കട്ടെ. ഒത്തിരി ലാസ്റ്റ് ആണ് സാധാരണ വരുന്നത്. നോക്കട്ടെ. KER, കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്. കേരള അനിമൽ ഹസ്ബൻഡറി എക്സൈസ് ടെസ്റ്റ്. ഓക്കെ, അതൊക്കെ ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ, ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്. ടീച്ചേഴ്സ് ശ്രദ്ധിച്ചോണം, ലാസ്റ്റ് ആയിരിക്കും അത്. പേപ്പറിന്റെ പേര് ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ കമ്പ്യൂട്ടർ സെന്ററിലോ പോയിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ പോരരുത്. പ്രൊഫൈൽ ക്രിയേഷൻ ആയാലും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനായാലും പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. അവരുടേതായ അറിവ് വെച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്യും. അവസാനം പേപ്പറിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടാതെ വരും. പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവിടെ പോയിരുന്ന് നമ്മുടെ പ്രസൻസിൽ ചെയ്യണം അവർ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ പരീക്ഷ ആപ്ലിക്കേഷൻ സെന്ററിൽ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. കേരള ടെസ്റ്റ് ഇൻ കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് ഒരു പേപ്പറേ ഉള്ളൂ, കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ്. അതിന് ഫസ്റ്റ് ചാൻസ് ആണെങ്കിൽ പരീക്ഷ ഫീസ് ഫ്രീ, സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപ അടച്ചിരിക്കണം. ഫസ്റ്റ് ചാൻസ് അവൈൽഡ് ആണെങ്കിൽ 160 രൂപ പരീക്ഷ ഫീസും സർട്ടിഫിക്കറ്റ് ഫീ 210 രൂപയും. ഓർക്കുക, MOP ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ലോവർ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, ഹയർ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, KER ഒരു സർട്ടിഫിക്കറ്റ് ആണ്, എക്സിക്യൂട്ടീവ് ഓഫീസർ ടെസ്റ്റ് വേറെ സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ. അടുത്ത നമുക്ക് ഒരു PDF കൂടെ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം, ഓടിച്ചൊന്ന് പറഞ്ഞേക്കാം. അതുപോലെ ഞാൻ PDF ഇട്ട് അയച്ചു തരാം. അതിൻ്റെ കൂടെ ഒരു വീഡിയോയും കൂടി അയച്ചു തരാം. ഹൗ ടു അപ്ലൈ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ പേജ് സ്ക്രീനിൽ തെളിയും. പ്രസ്തുത പേരിൽ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് വിഭാഗത്തിലെ പുതിയ വിശേഷങ്ങളും വാർത്തകളും കൂടാതെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവർ പ്രസ്തുത പേജിലെ സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ ഫോം സ്ക്രീനിൽ ലഭ്യമാകും. ആദ്യമായി പരീക്ഷാർത്ഥിയുടെ അടുത്ത കാലത്തെടുത്ത ഫോട്ടോ സൈസ് 30 KB, അതൊക്കെ പറഞ്ഞതാ. ഉദ്യോഗസ്ഥ സംബന്ധമായ വിവരങ്ങൾ, തിരിച്ചറിയൽ വിവരം എന്നിവ നൽകണം.
പരീക്ഷാർത്ഥിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തസ്തികയുടെ വിവരങ്ങൾ ഫോമിൽ ലഭ്യമല്ലെങ്കിൽ ആ വിവരം PSC ഹെൽപ്പ് ലൈൻ ഡെസ്കിൽ പറഞ്ഞിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് അറിയിച്ച് ഉൾപ്പെടുത്തണം. അതായത് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ നമ്മളിപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നായിരിക്കും നോക്കുന്നത്, കാണത്തില്ല. ചിലപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും PSC കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോടതിയിലാണെങ്കിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അല്ല, ചിലപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഓഫീസും ഡിപ്പാർട്ട്മെന്റും ചൂസ് ചെയ്യുമ്പോൾ അത് മൊത്തം അല്ലേ വായിച്ചു നോക്കണം കേട്ടോ നമുക്ക്. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ PSC വിളിച്ച് പറഞ്ഞ് ഉൾപ്പെടുത്തണമെന്നാണ് PSC പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ. അതുപോലെ പോസ്റ്റ് ഇപ്പോഴ് നമ്മളിപ്പം ഹൈസ്കൂൾ ടീച്ചർ ഹയർ ഗ്രേഡ് ഇല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. സീനിയർ ഗ്രേഡ് സെലക്ഷൻ ഗ്രേഡും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അങ്ങനെയൊക്കെ വരും. ഓക്കെ. സെക്കൻഡറി സ്കൂൾ ടീച്ചർ അങ്ങനെയൊക്കെ ചിലപ്പോൾ കാണും. അത് മിക്കപ്പോഴും ഹൈസ്കൂൾ ടീച്ചർ ഹയർ ഗ്രേഡ് എന്നൊക്കെ കാണാൻ സാധ്യത കുറവാണ്. സെലക്ഷൻ ഗ്രേഡ് എന്ന് കാണത്തില്ല. ഹയർ ഗ്രേഡിലോ സെലക്ഷൻ ഗ്രേഡിലോ ഒക്കെ ചെയ്യുന്നവർ ഹൈസ്കൂൾ ടീച്ചർ സെലക്ട് ചെയ്താൽ മതി. ഡെസിഗ്നേഷൻ നോക്കണം, മൊത്തം ഒന്ന് വായിച്ച് നോക്കണം എങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്ന ഡെസിഗ്നേഷൻ. PSC അത്ര വ്യക്തമായ ഡെസിഗ്നേഷൻ ചിലപ്പോൾ കിട്ടാതെ വരും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അന്നേരം ഉദ്യോഗസ്ഥ സംബന്ധമായ വിവരങ്ങൾ, തിരിച്ചറിയൽ വിവരങ്ങൾ എന്നിവയും നൽകണം. പരീക്ഷാർത്ഥിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെയോ തസ്തികയുടെ വിവരങ്ങൾ ഫോമിൽ ലഭ്യമല്ലെങ്കിൽ ആ വിവരം PSC ഹെൽപ്പ് ഡെസ്കിൽ പറഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ ഡെസിഗ്നേഷൻ, അപ്പൊ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ ഹയർ ഗ്രേഡ്, ഹൈസ്കൂൾ ടീച്ചർ, അങ്ങനെയുള്ള ഡെസിഗ്നേഷൻ കാണും, ഇല്ലാതിരിക്കില്ല. ചിലർക്ക് മാത്രം, അപൂർവം ചില ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ഇല്ലെന്നും വരാം. മേൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ നൽകി ഡിക്ലറേഷനിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ വായിച്ചു നോക്കി അതിലുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പരീക്ഷാർത്ഥികൾ ലോഗിൻ ഡീറ്റെയിൽസ് ലഭ്യമാവും. പ്രസ്തുത പേജിൽ പരീക്ഷാർത്ഥിക്ക് സ്വന്തമായോ അല്ലെങ്കിൽ സിസ്റ്റം നൽകിയിട്ടുള്ളതായ യൂസർ നെയിം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട്. പരീക്ഷാർത്ഥി താല്പര്യമുള്ള യൂസർ നെയിമും പാസ്വേഡും വളരെ സൂക്ഷ്മതയോട് പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നൽകിയിട്ടുള്ള സെക്യൂരിറ്റി കോഡ് അതുപോലെ തന്നെ പൂരിപ്പിച്ച് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ പൂർണ്ണമാവും. അപ്പോൾ ഫസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം ആദ്യം. അത് ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതി ചെയ്യണം. ഞാൻ എൻ്റെ വീഡിയോ അയച്ചു തരാം, അതൊന്ന് കാണണം കംപ്ലീറ്റ്. സൈറ്റിൽ ഒരാൾ ചെയ്തതിന്റെ വീഡിയോ. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പേജിലൂടെ യൂസർ നെയിമും പാസ്വേഡും നൽകി സ്വന്തം പേജിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പൊ ആദ്യം രജിസ്ട്രേഷൻ ചിലപ്പോഴേ ഇന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അടുത്ത ദിവസമൊക്കെ അത് ആക്റ്റീവ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ലാസ്റ്റ് മൊമെന്റ് വരെ കാത്തിരിക്കരുത്, കഴിയുന്നത് ഈ മാസം തന്നെ അങ്ങ് ചെയ്തേക്കുക. രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പേജിലൂടെ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യണം. യൂസർ നെയിം പാസ്വേഡും നൽകി സ്വന്തം പേജിലേക്ക് ലോഗിൻ ചെയ്യണം. അത് എഴുതിയിട്ടാൽ മറന്നു പോകരുത് യൂസർ നെയിം പാസ്വേഡും. പ്രസ്തുത പേജിൽ നിന്നും മൈ രജിസ്ട്രേഷൻ കാർഡ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് സ്വന്തം രജിസ്ട്രേഷൻ കാർഡ് കാണുവാനും പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനും കഴിയും. രജിസ്ട്രേഷന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. വ്യക്തിപരമായും ഓഫീസ് സംബന്ധമായ വിവരങ്ങൾ തിരുത്തുന്നതിനും പരീക്ഷയ്ക്ക് മുമ്പുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം പ്രസ്തുത പേജിലുണ്ട്. പരീക്ഷ അവർക്ക് നൽകിയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡും ഭാവിയിലെ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നതിന് റിസൾട്ടും മറ്റു വിവരങ്ങൾ അറിയുന്നതിനും രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കണം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പരീക്ഷാർത്ഥികൾ അവർക്ക് നൽകിയുള്ള യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പേജിലേക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കണം. ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പരീക്ഷാർത്ഥികൾക്ക് മാത്രമേ ഇനി മുതൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. യൂസർ ഐഡിയും പാസ്വേഡും നൽകി സ്വന്തം പേജിലെത്തിയ പരീക്ഷാർത്ഥികൾ നിലവിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതിനായി പേജിൽ വലതുഭാഗത്തായി കാണുന്ന അപ്ലൈ ഫോർ ടെസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു പ്രൊഫൈൽ വരും. അപ്പൊ അതിൽ നമുക്ക് ഹോം വരും. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാവും. അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ്, അപ്ലൈ ഫോർ ടെസ്റ്റ്, ഹോൾ ടിക്കറ്റ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരും. അപ്പൊ എല്ലാവർക്കും മിക്കവാറും പരിചയമുള്ളവരാണല്ലോ ഇതെല്ലാം, PSC വഴിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക്. അപ്പോൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ടെസ്റ്റ് ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കാണും അതിൽ, അപ്ലൈ നൗ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ നിലവിൽ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പരീക്ഷകളുടെ വിവരങ്ങൾ ലഭ്യമാവും. അതിനുള്ള അപ്ലൈ നൗ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പേപ്പറുകൾ തിരഞ്ഞെടുക്കാനുള്ള പേജ് ദൃശ്യമാവും കേട്ടോ. നോട്ടിഫിക്കേഷൻ തന്നെ അതിൽ വന്ന് കിടക്കും. അപ്ലൈ ഫോർ ടെസ്റ്റ് എടുക്കുക, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അവിടെ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദ്യ പേപ്പറുകൾ തിരഞ്ഞെടുക്കാനുള്ള പേജ് ദൃശ്യമാവും. പിന്നെ പേപ്പറാണ്. അപ്പൊ പ്രസ്തുത പേജിൽ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന റീജിയൻ ആണ്. അത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കും പരീക്ഷാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം എഴുതാൻ ഉദ്ദേശിക്കുന്ന ജില്ല തിരഞ്ഞെടുക്കണം അല്ലെ, ജില്ല തിരഞ്ഞെടുക്കണം, ജില്ല ചൂസ് ചെയ്യാൻ അവിടെ കേട്ടോ. ഓക്കെ. പിന്നെ പരീക്ഷ ഏതാണ്, പരീക്ഷയുടെ പേപ്പറാണ്. സെലക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പൊ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് താഴേക്ക് നമുക്ക് മാറ്റാൻ പറ്റും.
പ്രസ്തുത പരീക്ഷ ഏതെല്ലാം പേപ്പറുകളാണ് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഓരോന്നായി തിരഞ്ഞെടുത്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഒരു പരീക്ഷ എല്ലാ പേപ്പറുകളും എഴുതുമെങ്കിൽ ഓൾ പേപ്പേഴ്സ് എടുത്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അത്തരത്തിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പരീക്ഷകളും പ്രസ്തുത പരീക്ഷകളുടെ പേപ്പറുകളും തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രസ്തുത പേജിൽ ഒബ്ലിഗേറ്ററി ടെസ്റ്റുകൾക്കുള്ള ഫ്രീ ചാൻസ് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യമുണ്ട്. ഫ്രീ ചാൻസിന് അർഹതയുള്ളവർ പ്രസ്തുത ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യണം. ഈ വിജ്ഞാപനം മുതൽ ഇ പേയ്മെന്റ് മുഖേനയാണ് പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ് എന്നിവ കൊടുക്കേണ്ടത്. മറ്റു തരത്തിൽ കൊടുക്കുന്ന ഫീസ് സ്വീകാര്യമല്ല. ഇ പേയ്മെന്റ് സംവിധാനം മുഖേന ഫീസ് കൊടുക്കുന്നതിനായി പേജിന്റെ വലതുഭാഗത്തുള്ള മേക്ക് പേയ്മെന്റ് എന്ന ലിങ്ക്, മേക്ക് പേയ്മെന്റ് എന്ന ഓപ്ഷൻ വരും. ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ട തുക സംബന്ധിച്ച കൺഫർമേഷൻ നൽകിയ ശേഷം ട്രഷറി വകുപ്പിന്റെ സൈറ്റിലേക്കും തുടർന്ന് ബാങ്ക് സൈറ്റിലേക്കും പ്രവേശിച്ച് ഫീസ് കൊടുക്കാം. ഇതെല്ലാം ഓൺലൈനിൽ ചെയ്യാം. നെറ്റ് ബാങ്കിങ് സൗകര്യം വേണം. ഇ പേയ്മെന്റ് മുഖേന പണമിടപാട് പൂർത്തിയായി കഴിഞ്ഞാൽ ആയി സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രൊഫൈലിൽ കാണാം. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുത്ത് നോക്കാം കേട്ടോ. പരീക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായി ഫീസ് കൊടുക്കണം. അല്ലാത്ത അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും. ഫീസ് ഒടുക്കി കഴിയുന്നതോടെ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പണം പൂർണ്ണമാകും. സ്വീകാര്യമായ അപേക്ഷകൾക്ക് രജിസ്ട്രേഷൻ നമ്പറും പരീക്ഷാ കേന്ദ്രവും അനുവദിച്ച് അഡ്മിഷൻ ടിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം. മൈ അഡ്മിഷൻ ടിക്കറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് പിന്നീട് അഡ്മിഷൻ ടിക്കറ്റ് വരുന്ന സമയത്ത് നമ്മുടെ അതെല്ലാം പ്രൊഫൈലിലുണ്ട്. മൈ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോട്ടോയോടുകൂടി അഡ്മിഷൻ ടിക്കറ്റിൽ ഫോട്ടോയിലും അതോടൊപ്പമുള്ള സത്യവാങ്മൂലം തങ്ങളുടെ വകുപ്പ് മേധാവിയെ കൊണ്ടൊക്കെ ഒപ്പിടിക്കണം. അതൊക്കെ പിന്നീട് ആക്കിയാലും മതി. ഓക്കെ, യെസ്. PSC ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. 2 നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ 2 നമ്പറും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഈ ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്തു. ഹെൽപ്പ് ഡെസ്ക് 0471 244 88 49. ചിലപ്പോഴൊക്കെ ഇരിക്കുന്നവരുടെ സഹകരണം മോശമാണ്. 2 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ 2 നമ്പർ തന്നേക്കാം. ഓക്കെ, ഒരു നമ്പർ വിളിച്ചിട്ട് നല്ല റെസ്പോൺസ് ഇല്ലെങ്കിൽ അടുത്ത നമ്പർ വിളിച്ചാൽ മതി. 2 പേരെ എപ്പോഴും എടുക്കുന്നത് കേട്ടോ. ഹെൽപ്പ് ഡെസ്ക് 0471 244 88 49. കോട്ടെ, വേറെ നമ്പർ ഇപ്പൊ ഇതിനുണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം. ഒരു സെക്കൻഡ്. PSC ഹെൽപ്പ് ഡെസ്ക് PSC എൻക്വയറി. ലാൻഡ് നമ്പറാണ്, മൊബൈൽ നമ്പർ ഇല്ല അവരുടെ ഒന്നും. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. അടുത്തൊരു നമ്പറോടെ ഞാൻ ഉണ്ടോ നോക്കട്ടെ. ഇപ്പൊ ഇതിനുണ്ടെങ്കിൽ തരാം. കാണുന്നില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, യെസ്. ഇനി ഫീസ് സംബന്ധിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും, ഇത് കൂടാതെ ഞാനൊരു വീഡിയോ അയച്ചു തരാം. ഒരാൾ ആപ്ലിക്കേഷൻ അയക്കുന്നതിന്റെ വീഡിയോ ഒരു ലിങ്ക് അയച്ചു തരാം, യൂട്യൂബിലുണ്ട്. ഇനി ആർക്കെങ്കിലും ഫീസ് സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചു. ഏതൊക്കെ ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം, ഫീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടോ ചോദിക്കുക. ഹലോ, ചോദിച്ചോളൂ. പിന്നെ ഇപ്പൊ നോട്ടിഫിക്കേഷൻ വായിക്കേണ്ട ആവശ്യമില്ല. ഇത് കേട്ടിട്ടുള്ളവർ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. യെസ്, ഹലോ, ആർക്കെങ്കിലും ഫീസ് സംബന്ധമായി ചോദിച്ചോളൂ സാർ, ചോദിച്ചോളൂ സാർ. ഹയർ സെക്കൻഡറി അധ്യാപകര് 4 പേപ്പർ എഴുതിയാൽ പോരെ? 4 പേപ്പർ ഹയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് എന്താ ചോദിച്ചേ? ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് 4 പേപ്പർ എഴുതിയാൽ പോരെ? ഹയർ അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞേ? അവര് എഴുതേണ്ടുന്നത് അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് 2 പേപ്പേഴ്സ് ആണ്. അല്ലെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറഞ്ഞിട്ടുണ്ട് 4 പേപ്പേഴ്സ്. ഇതിൽ ഏതെങ്കിലും എഴുതാം. അപ്പൊ സാറിന് ഇപ്പൊ ഉടനെ പ്രിൻസിപ്പൽ ആകാൻ സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഉടനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എക്സിക്യൂട്ടീവ് എഴുതണം, ലോവറും എഴുതണം, ഹയറും എഴുതണം. എക്സിക്യൂട്ടീവ് എഴുതണം, ലോവറും ഹയറും എഴുതണം. അപ്പൊ മൊത്തം എത്ര പേപ്പർ? അത് 4 2 6 10 പേപ്പർ. 10 പേപ്പർ എഴുതണം. അതായത് സാർ ഒന്നുകിൽ അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന്റെ 2 പേപ്പേഴ്സ് ജയിച്ചാൽ മതി, അല്ലെ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 4 പേപ്പർ ജയിച്ചാൽ മതി. ഈ അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 4 പേപ്പർ എഴുതുമ്പോൾ അക്കൗണ്ട് ടെസ്റ്റിന്റെ ഹയർ കൂടി എഴുതിയാൽ മതി. അപ്പൊ ലോവറോ ഹയറോ 4 പേപ്പർ ജയിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും 4 പേപ്പർ, അതായത് ലോവറോ ഹയറോ 4 പേപ്പർ അല്ലെ? അങ്ങനെയാണോ പറഞ്ഞേ? ലോവർ. സാർ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ആദ്യത്തെ ഡെമോ ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്നയാളാ. ഏതോ ക്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ ഈ വിവരങ്ങൾ ഞാൻ വിശദമായി പറയുന്നുണ്ട്.
അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ആരെങ്കിലും ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. അക്കൗണ്ടന്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ന് 2 പേപ്പേഴ്സ് ആണ് അവർക്ക് എഴുതാനുണ്ടെന്നത്. ഒന്നിൽ അത് ജയിച്ചിരിക്കുക, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി അതിൽ പറയുന്നുണ്ട്, അക്കൗണ്ടന്റ് ലോവർ 4 പേപ്പേഴ്സ്. ഇതിൽ ഏതെങ്കിലും ജയിച്ചാൽ മതി എന്നാ പറഞ്ഞേക്കുന്ന റൂളില്. അപ്പോൾ അക്കൗണ്ടന്റ് ലോവറിന് പകരം അക്കൗണ്ടന്റ് ഹയർ എഴുതിയാലും മതിയാവും. ഇനി അതല്ല, അക്കൗണ്ടന്റ് ലോവറിലെ 2 പേപ്പറും അക്കൗണ്ടന്റ് ഹയറിലെ 2 പേപ്പറും ജയിച്ചാലും 4 പേപ്പർ കിട്ടിയാൽ മതി, അങ്ങനെയും എഴുതാം. അതുകൊണ്ടാണ് അക്കൗണ്ടന്റ് അങ്ങനെ ഉടനടി പ്രിൻസിപ്പൽ ആകാൻ സാധ്യത ഉണ്ടെങ്കിൽ എല്ലാ പേപ്പേഴ്സും എഴുതാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ 2 പേപ്പർ എഴുതുക, അത് ജയിക്കുന്നത് അത് മതിയല്ലോ. പിന്നെ അക്കൗണ്ടന്റ് ലോവർ 4 പേപ്പറും അക്കൗണ്ടന്റ് ഹയർ 4 പേപ്പറും എഴുതുക, അങ്ങനെ എല്ലാ പേപ്പറുകളും എഴുതുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാത്തിനും ഫീസ് അടയ്ക്കണം. ഓക്കെ. 320 രൂപ ലോവറിന്റെ പരീക്ഷാ ഫീസ്, 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ. ലോവറിന്റെ 640 രൂപ പരീക്ഷാ ഫീസ്, 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ. ഹയറിന്റെ 640 രൂപ പരീക്ഷാ ഫീസ്, 210 രൂപ സർട്ടിഫിക്കറ്റ് ഫീ. ഫ്രീ ചാൻസ് ഒന്നും ഇല്ല. സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാറേ? യെസ് മാഡം. സാറേ ഞാൻ 2004 എക്സാം എഴുതിയത്, പിന്നെ ഞാൻ എഴുതിയിട്ടില്ലേ. 2004 ഈ വൺ ടൈം ഇത് രജിസ്ട്രേഷൻ അന്നൊന്നും വൺ ടൈം രജിസ്ട്രേഷൻ ഇല്ലല്ലോ. ഹോൾ ടിക്കറ്റ് ഉണ്ടോ? ഹോൾ ടിക്കറ്റ് ഒന്നും ഇല്ല സാർ, അത് ഓർക്കുന്നില്ല. എന്നാ പിന്നെ ഇനി പുതിയതായിട്ട് പരീക്ഷ എഴുതായിരിക്കും നല്ലത് കേട്ടോ. പുതുതായിട്ട് അപ്പം അതൊന്നും വാലിഡിറ്റി ഇല്ലല്ലോ പഴയതിനൊന്നും. ഇനി അത് ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കിട്ടിയേനെ. ആണോ? ഹോൾ ടിക്കറ്റോ അഡ്മിഷൻ നമ്പർ എന്തെങ്കിലും വേണം, ഇല്ലാതെ PSC ആയിട്ട് ബന്ധപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ എടുത്തു തരും, ബാക്കി പരീക്ഷയൊക്കെ എഴുതിയാൽ മതി. പക്ഷേ അത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണം. ശരി. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് തപ്പിയെടുക്കാൻ. ശരി സാർ, ഓക്കെ. പരീക്ഷ ഏത് വർഷമാണ് എഴുതിയത്? അന്നേരം ഈ വർഷം എഴുതുമ്പോഴും മൊത്തം പേ ചെയ്യണമല്ലോ? തീർച്ചയായിട്ടും എല്ലാം പേ ചെയ്യണം. ഫ്രീ ചാൻസ് ഒന്നും എടുക്കണ്ട. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. ഹലോ, പറഞ്ഞോളൂ സാർ. സാറേ ലോവറിൽ ഏതെങ്കിലും ഒരു പേപ്പർ പാസ്സായാൽ മതി, സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ വരുമോ സാർ? ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പം KSR ലോവർ എഴുതിയില്ല, KSR ഹയർ എഴുതിയാ മതിയോ, അതോ ഹയറിന്റെ എല്ലാ പേപ്പറും? ഇല്ലില്ല, അങ്ങനെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഡെമോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ലോവറിന്റെ തന്നെ 4 പേപ്പറും ജയിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ ലോവറിന് KSR ഉണ്ട്, ലോവറിന് ഫൈനാൻഷ്യൽ കോഡ് ഉണ്ട്, ലോവറിന് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ലോവറിന് ട്രഷറി കോഡ് ഉണ്ട്. ഇതേ പേപ്പേഴ്സ് ഹയറിനും ഉണ്ട്. അപ്പോൾ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാന് ലോവറിന്റെ ആദ്യത്തെ 2 പേപ്പർ ജയിച്ചു, KSRും ഫൈനാൻഷ്യൽ കോഡും കിട്ടി, ബാക്കി 2 പേപ്പർ ഇൻട്രൊഡക്ഷനും ട്രഷറി കോഡും ഹയറിന്റെ ജയിച്ചാൽ മതി, ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. ഓക്കെ സാർ. അപ്പൊ ഏതെങ്കിലും സെലക്ട് ചെയ്ത് നമ്മൾ കിട്ടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും. സാർ ഏതെങ്കിലും പരീക്ഷ ഇപ്പൊ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് സാർ. ഇങ്ങനെ ഏതെങ്കിലും കിട്ടിയായിരുന്നു. ഇനി കിട്ടാത്തത് എഴുതണം, ലോവർ ഹയർ എഴുതിയേക്കണം കിട്ടാത്തത്. ഇപ്പൊ ഏതാ കിട്ടാത്ത പേപ്പർ? രണ്ടും കൂടെ അപ്ലൈ ചെയ്യാമല്ലോ, ഹയർ. തീർച്ചയായിട്ടും. അപ്പൊ ഏതെങ്കിലും എഴുതിയാ മതി. ജയിച്ച പേപ്പർ എഴുതണ്ട. ഇപ്പൊ ലോവറിന്റെ 2 പേപ്പർ ജയിച്ചിട്ട് ഇപ്പൊ KSRും ഫൈനാൻഷ്യൽ കോഡും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻട്രൊഡക്ഷൻ ലോവർ ഹയറും അങ്ങ് എഴുതിയിരിക്കുക. ഇനി അതല്ല, ലോവറിന്റെ KSR കിട്ടിയിട്ടില്ലെങ്കിൽ ഹയറിന്റെയും KSR കിട്ടിയിട്ടില്ലെങ്കിൽ ലോവറിന്റെയും ഹയറിന്റെയും KSR അങ്ങ് എഴുതുക. ഇപ്പൊ ലോവർ ആദ്യത്തെ 2 പേപ്പർ കിട്ടി, പിന്നെ അത് എഴുതിയേ വേണ്ട, ഹയറും എഴുതണ്ട ലോവറും എഴുതണ്ട. നമ്മൾ ലോവർ ജയിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഓക്കെ സാർ. അപ്പൊ രണ്ടിലും എഴുതാം. സാറ് പറഞ്ഞു രണ്ടും 2 സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞോണ്ടൊരു ഡൗട്ട് ആണെന്ന് പറഞ്ഞു. അല്ല, ലോവറിന് ഒരു സൗജന്യം PSC ചെയ്തു തരുന്നുണ്ട്. അതായത് ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലോവറിന്റെ തന്നെ 4 പേപ്പറും ജയിക്കണമെന്നില്ല. ലോവറിന്റെ 2 പേപ്പർ ജയിച്ചു, ബാക്കി തോറ്റ പേപ്പർ ഹയറിന്റെ കിട്ടിയാലും മതി, ലോവറിന്റെ സർട്ടിഫിക്കറ്റ് PSC തരും കേട്ടോ. അത് എലിജിബിലിറ്റി നമ്മുടെ പ്രൊഫൈലിൽ വരും, അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എന്ന് എടുത്താൽ. എന്നാൽ ഹയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഹയറിന്റെ എല്ലാ പേപ്പറും ജയിച്ചിരിക്കണം. അങ്ങനെയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ലോവറിനും ഹയറിനും അപ്ലൈ ചെയ്യാൻ പറയുന്നത്. കാര്യം ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ലോവറിന്റെ 1 പേപ്പർ ജയിച്ചോളൂ, ബാക്കി കിട്ടാത്ത പേപ്പർ ലോവറിന്റെ ട്രഷറി കോഡും ഫൈനാൻഷ്യൽ കോഡും ജയിച്ചു, KSRും ഇൻട്രൊഡക്ഷനും കിട്ടിയില്ല, അത് ഹയറിന് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് PSC തരും. അതുകൊണ്ട് എല്ലാവരും ഹയറും എഴുതാൻ പറയുന്നു. ഓക്കെ, ശരി സാർ. ക്ലിയർ ആയല്ലോ? എക്സാം ഡേറ്റ് മാർച്ച് ലാസ്റ്റ് കണ്ടേക്കും, അല്ലെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ വരും. ഓക്കെ. ഹലോ സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാറേ? സാറേ, ഞാൻ കഴിഞ്ഞ തവണ ലോവറിന്റെ കംപ്ലീറ്റ് ഫ്രീ ചാൻസ് ആയിട്ട് അപ്ലൈ ചെയ്തു.
പക്ഷെ എക്സാം ഒന്നും എഴുതിയിട്ടില്ല. ആ ഒന്നും എക്സാം എഴുതിയില്ല, എഴുതിയിട്ടില്ല. ആ ചാൻസ് പോയി. പോയി അല്ലേ? ആ ആ. ഇനി ഫീസ് അടയ്ക്കണം കമ്പൽസറി ആയിട്ട്. ശരി സാർ. യെസ്, തീർച്ചയായിട്ടും. അതൊക്കെ നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്, നമ്മളിന്ന് വായിച്ചതിനകത്തുണ്ട്. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോയത്, പിന്നെ കിട്ടത്തില്ല. ഹലോ സാറേ, ആ ചോദിച്ചോളൂ സാർ. പിന്നെ സാർ 2010 പിന്നെ എഴുതിയതാണ്. KSR കിട്ടിയിട്ടില്ല. ഹയർ സെക്കൻഡറി ബാക്കിയുള്ള ടീച്ചർ കിട്ടിയോ? ആയിരുന്നു. ഹയർ സെക്കൻഡറി ടീച്ചർ KER എഴുതി, അക്കൗണ്ട് മറ്റേ ഇത് ട്രഷറി കോഡ് എഴുതി, പിന്നെ വേറൊരു സാറിന്റെ കോഡ് കയ്യിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടോ? അതിന്റെ ഉണ്ട്, ഹോൾ ടിക്കറ്റ് ഉണ്ട്. ആ അങ്ങനെയാണെങ്കിൽ കിട്ടാത്ത പേപ്പർ എഴുതിയാൽ മതി. ആ ഹോൾ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പരീക്ഷ ഫീസ് മാനുവലായിട്ട് പരീക്ഷയ്ക്ക് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം, അല്ലെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ KSR മാത്രം ഞാൻ അപ്ലൈ ചെയ്താൽ പോരെ അല്ലേ? മതി മതി മതി. ബാക്കി അതാണ് ട്രഷറി കോഡും ഫൈനാൻഷ്യൽ കോഡും ഇൻട്രൊഡക്ഷനും കിട്ടിയോ? അത് കിട്ടി. KER എന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എഴുതി, അതും കിട്ടീനി. KER-ന് കിട്ടിയിരുന്നോ? കിട്ടീനി. പിന്നെ അതിനെന്താ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ KER-ന്? അല്ല, ഞാൻ KSR കിട്ടാത്തോണ്ട് രണ്ടാമത് അല്ല, KER വേറെ സർട്ടിഫിക്കറ്റ് അല്ലേ? അത് ശരി. KER-ന് അപ്ലൈ ചെയ്യാം. KER മാത്രമായിട്ട് വേറെ കിട്ടും അല്ലേ? KER മാത്രം സർട്ടിഫിക്കറ്റ് കിട്ടും. KSR-നും ഫൈനാൻഷ്യൽ കോഡിനും ലോവറിനൊന്നും അങ്ങനെ കിട്ടത്തില്ല. ലോവറിന് 4 പേപ്പർ ജയിക്കണം. സാർ അങ്ങനെ 2 പേപ്പറോ 3 പേപ്പർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എഴുതിയാൽ മതി. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമുക്ക് വാങ്ങിക്കാം, കുഴപ്പമില്ല. അപ്പൊ സാർ രണ്ടാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് KSR മാത്രമായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നു, അത് പാസ്സായിട്ടില്ല. ഇനി KSR എഴുതണം അല്ലേ? ഓക്കെ. ഇനി KSR അങ്ങനെ എഴുതുന്നതിന് പ്രശ്നമില്ലല്ലോ അല്ലേ? അത് ഒരു മാത്രമായിട്ട്. പ്രശ്നമില്ല. ഫൈനാൻഷ്യൽ കോഡ് കിട്ടിയിട്ടുണ്ട്, ട്രഷറി കോഡ് കിട്ടിയിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ട്. ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ട്. മതി, കുഴപ്പമില്ല. ഓക്കെ സാർ. ഓക്കെ. പരീക്ഷയ്ക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ഫോം ഉണ്ട് സാർ. ഞാൻ അത് പിന്നീട് റിസൾട്ട് ബാക്കി എഴുതിയെടുക്കുക. നമ്മൾ PSC-യുടെ ഒരു സൈറ്റിൽ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം ആദ്യം പണ്ട് ഈ ഓൺലൈൻ വരുന്നതിന് മുമ്പ്. അതെ അതെ അതെ, അങ്ങനെ ഉണ്ട്, ഒരു ഫോം ഉണ്ട്. ഓക്കെ. MOP-ക്ക് പരീക്ഷ ഫീസ് പ്രത്യേകം അടയ്ക്കണം. സർട്ടിഫിക്കറ്റ് ഫീയും പ്രത്യേകം അടയ്ക്കണം. MOP ഒരു ടെസ്റ്റ് ആണ്, അതൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിന് കേട്ടോ. MOP-ക്ക് പ്രത്യേകം 160 രൂപ പരീക്ഷ ഫീസ്, 210 രൂപ സർട്ടിഫിക്കറ്റ് അടയ്ക്കണം. ഫ്രീ ചാൻസ് ആണ്. ഫസ്റ്റ് ചാൻസ് ഫ്രീ ചാൻസ് കഴിഞ്ഞോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 210 രൂപ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓൾറെഡി അടച്ചിട്ടുണ്ടാവുമല്ലോ. അത് അടച്ചിട്ടുണ്ടാവും. ഇനി പരീക്ഷ ഫീസ് മാത്രം അടച്ചാൽ മതി. അതെ അതെ, ഡിഫോൾട്ടായി കാണിക്കും, പ്രശ്നമില്ല. നമ്മൾ സെലക്ട് ചെയ്തതനുസരിച്ചിട്ട്. സാറേ, ഞാൻ കഴിഞ്ഞ തവണ ഫീസ് അപ്ലൈ ചെയ്തായിരുന്നു ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ സർട്ടിഫിക്കറ്റ് ഫീസ് അടച്ചില്ല, അതുകൊണ്ട് എന്റെ ആപ്ലിക്കേഷൻ റിജക്ട് അപ്പൊ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഫീ അടയ്ക്കണം, പരീക്ഷ ഫീസും അടയ്ക്കണം. പരീക്ഷ ഫീസും അടയ്ക്കണം. ഫ്രീ ചാൻസ് ഒക്കെ പോയി, ഇനി കിട്ടത്തില്ല. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്താലും ഫ്രീ ചാൻസ് അല്ല, ചിലപ്പോൾ കിട്ടാതെ വരും. അതൊക്കെ റിസ്ക് ആണ്. റിജക്ട് ചെയ്തോണ്ട് റിജക്ട് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ അത് റിസ്ക് ആണ്, അറിയാൻ പറ്റത്തില്ല അവിടുത്തെ സിസ്റ്റം റീഡിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന്. അങ്ങനെ പലർക്ക് നഷ്ടം. പരീക്ഷ ഫീസ് അടയ്ക്കുന്നതാണ് നല്ലത് അത്തരം കേസിലൊക്കെ കേട്ടോ. ചിലപ്പോൾ റിജക്ഷൻ വരും, വീണ്ടും പരീക്ഷ ഫീസ് അടച്ചില്ലെന്ന് പറഞ്ഞിട്ട്. യെസ് സർ. അപ്പൊ മാഡം ഫീസ് അങ്ങ് അടയ്ക്കുക കേട്ടോ, നല്ലതാ. 650 രൂപ പോയാലും വേണ്ടില്ല. യെസ്, ചോദിച്ചോളൂ സർ. ഹയറിന്റെ എക്സാമിന് 4 പേപ്പർ എന്നല്ലേ പറഞ്ഞു? യെസ്, 4 പേപ്പറും കൂടി ഒറ്റ സർട്ടിഫിക്കറ്റ് അല്ലേ? യെസ്. ലോവറിന് 4 പേപ്പറുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടാണല്ലോ 210 അടച്ചാൽ മതി. ലോവറിന് 210 പരീക്ഷ സർട്ടിഫിക്കറ്റ് ഫീ, ഹയറിന് 210. ഒറ്റ സർട്ടിഫിക്കറ്റാ, 4 പേപ്പറിനൂടെ. അക്കൗണ്ടൻസി ലോവർ, അക്കൗണ്ടൻസി ഹയർ. ചോദിക്കും മാഡം, ഒരാൾ ചോദിക്കും. ഈ ലോവറും ഹയറും ഒരേ ദിവസം ലോവർ ഹയറും ഒരു സെക്കൻഡ്, ലോവർ ഹയറും ഒരേ ദിവസം തന്നെയാണ്? അല്ലല്ല, എപ്പോഴും 2 പ്രാവശ്യമായിരിക്കും. ചിലപ്പോൾ ലോവർ പരീക്ഷ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഹയറിന്റെ പരീക്ഷയൊക്കെ വരുന്നത് കേട്ടോ. സമയം ആവശ്യം പോലെ ഉണ്ട് ഇടയ്ക്കൊക്കെ. ലോവർ ഈ 4 പേപ്പറും ഒരു ദിവസം തന്നെയല്ലേ എക്സാം വരിക? അല്ലല്ല, ഓരോ ദിവസവും ഓരോ പേപ്പർ ഓരോ ദിവസമാണ് കേട്ടോ. ആണോ? അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ സമയം കിട്ടുകയും ചെയ്യും. സാർ, ഞാനേ ടൈം രജിസ്റ്റർ ചെയ്തപ്പോൾ യൂസർ ഐഡിയും പാസ്വേഡും കിട്ടി. ഇനി പാസ്വേഡ് മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പാസ്വേഡ് നമുക്ക് എപ്പോഴെങ്കിലും മാറ്റാമല്ലോ. പിന്നെന്താ? ഓക്കെ താങ്ക്സ്. സാറേ,
റേറ്റിലായാലും മാറ്റാമല്ലോ. ഹലോ, യെസ് സർ, യെസ് സർ, യെസ് സർ. ഞാൻ 2022 വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എക്സാം എഴുതിയില്ല. എക്സാം ഇപ്പൊ ആദ്യമായിട്ട് എഴുതാൻ പോണത്. അപ്പൊ അന്നത്തെ ഫോട്ടോയിൽ ഞാൻ അന്നത്തെ ഡേറ്റ് ഇരുന്ന വെച്ചിരുന്നത്. ഇപ്പൊ അത് ഫോട്ടോ കുഴപ്പമില്ല, മാറ്റേണ്ട. ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല. 10 കൊല്ലം വരെ അത് കിടക്കുമല്ലോ. സാറ് വൺ ഡേന്റെ ശേഷം സക്സസ് ആയല്ലോ. അതായി ആ, അത് എക്സാം ആദ്യമായിട്ട് കുഴപ്പമില്ല. ഇപ്പൊ എഴുതാൻ പോകുന്നേ ഉള്ളൂ. നോ പ്രോബ്ലം. പുതിയത് അപ്ലോഡ് ചെയ്യണമെന്നില്ല. 10 വർഷം വരെ അവിടെ കിടക്കും. അത് 10 years ആവുമ്പോൾ മാറ്റിയാൽ മതി. എന്നാ മാറ്റേണ്ട ആവശ്യമില്ല. ഫോട്ടോ ക്ലിയർ ആണല്ലോ, പ്രൊഫൈൽ സക്സസ് ആയല്ലോ രജിസ്ട്രേഷൻ, എന്നാ പിന്നെ പ്രശ്നമില്ല. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണ് 6 മാസം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. യെസ് സർ. ഹലോ ആ സാറേ, പറഞ്ഞോളൂ ഞാൻ സർ. കൃഷി വകുപ്പിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ യെസ്, എനിക്ക് ഈ കഴിഞ്ഞ 8ാം മാസമാണ് എനിക്ക് ഉത്തരവ് കമ്പൽസറി അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ് ആവണമെന്ന് ഉത്തരവ് ഇറങ്ങിയത്. അതെ, ഞാൻ കണ്ടിരുന്നു അത്. സാറേ, അപ്പൊ ഞാൻ ഇത് അക്കൗണ്ട് ടെസ്റ്റ് ഹയറിനും കൂടി അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അടക്കണോ? ലോവറിനും കമ്പൽസറി ആയിട്ട് ഫ്രീ ചാൻസ് കിട്ടിയേക്കും. നിങ്ങൾക്ക് ഫ്രീ ചാൻസിന്റെ കാര്യം അന്വേഷിക്കണം. ഫ്രീ ചാൻസ് നോട്ടിഫിക്കേഷനിലെ അഗ്രികൾച്ചർ അസിസ്റ്റന്റുമാർക്കൊന്നും നോട്ടിഫിക്കേഷൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴാണ് വന്നത്. അതെ സാറേ. അതുകൊണ്ട് പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോ ഫ്രീ കിട്ടാതെ വരും. സർട്ടിഫിക്കറ്റ് ഫീസ് അടയ്ക്കണം. രണ്ടിന് സർട്ടിഫിക്കറ്റ് അടയ്ക്കണം. കാര്യം ഈ നോട്ടിഫിക്കേഷനിലെ അഗ്രികൾച്ചർ അസിസ്റ്റന്റുമാരുടെ കാര്യം ഒന്നും വിശദമാക്കുന്നില്ല. ഇപ്പോഴാണ് അത് കമ്പൽസറി ആയിട്ട് പരീക്ഷ വന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അസോസിയേഷൻ വഴിയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ PSCക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. നിങ്ങൾക്ക് ഫ്രീ ചാൻസ് അനുവദിച്ച് തരണമെന്നും പറഞ്ഞു എത്രയും വേഗം മെയിൽ അയച്ചു നോക്ക്. അപ്പൊ അവര് ഫ്രീ ചാൻസ് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞ് നമുക്ക് റിപ്ലൈ തരും, ഉൾപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യണം കേട്ടോ. ഒരു മെമ്മോറണ്ടം കൊടുത്താൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ. ഇല്ലെങ്കിൽ സാറ് ലോവറിനും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ലോവറിന് ഫീസ് കെട്ടിവെക്കണം, ഹയറിനും ഫീസ് കെട്ടിവെക്കണം. ലോവറോ ഹയറോ എഴുതണം. കാരണം ലോവറിൽ നിന്നും ഹയറിൽ നിന്നും കൂടെ 4 പേപ്പർ ജയിച്ചാലും മതിയല്ലോ. ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ഇനി ഹയർ 4 പേപ്പറും ജയിക്കുന്ന അതായാലും മതി, കുഴപ്പമില്ല. ലോവറിന് ഈക്വൽ ആയിട്ട് അത് പരിഗണിക്കാം. നോ പ്രോബ്ലം. പിന്നെന്തോ അഗ്രികൾച്ചർ അസിസ്റ്റന്റുമാര് ഒന്ന് ശ്രദ്ധിക്കുക. അഗ്രികൾച്ചർ അസിസ്റ്റന്റുമാര് പരീക്ഷാ ഫീസ് കെട്ടിവെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, ഫ്രീ ചാൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് കമ്പൽസറി ആക്കിയതെങ്കിലും നേരത്തെ എഴുതിയവരെല്ലാം ഫസ്റ്റ് ചാൻസ് ഫ്രീ ചാൻസ് ആയിട്ട് തന്നെ എഴുതിയേക്കണം. ഉണ്ടോ? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണ് നേരത്തെ എഴുതിയവരെല്ലാരും എഴുതിയേക്കണത്. ഉറപ്പാണോ? ആർ യു ഷുവർ? അതെ. ഇപ്പോഴാണ് കമ്പൽസറി ആക്കിയത്. അല്ല, സാധാരണഗതിയിൽ കമ്പൽസറി അല്ലാത്ത ഒരു പരീക്ഷയ്ക്ക് അന്ന് നിങ്ങൾക്ക് ഫ്രീ ചാൻസ് കിട്ടുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നോട്ടിഫിക്കേഷൻ നമ്മൾ വായിച്ചതിനകത്ത് പറഞ്ഞത്. അങ്ങനെയാണ്. എന്തായാലും ഒരു കാര്യം ചെയ്യും, PSCയിൽ ഒന്ന് വിളിച്ച് ചോദിച്ചേരാ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ ഒന്ന് വിളിച്ച് കിട്ടിയിരുന്നോ? നോ പ്രോബ്ലം. കുഴപ്പമില്ല. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും കിട്ടും, കുഴപ്പമില്ല കേട്ടോ. ഫ്രീ ചാൻസ് കിട്ടി അല്ലേ? ഓക്കെ, അപ്പൊ അപ്ലൈ ചെയ്തു. കുഴപ്പമില്ല. ഓക്കെ, എന്നാ കിട്ടും. ഞാൻ പുതുതായിട്ട് ഏർപ്പെടുത്തിയ പരീക്ഷ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ചിലപ്പോ PSC അത് നോട്ടിഫിക്കേഷനൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഹലോ സാറേ, പറഞ്ഞോളൂ സാർ. ഒരു സംശയം ചോദിക്കട്ടെ. നമ്മള് ഹൈസ്കൂൾ ടീച്ചർ, ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ ഏതൊക്കെ ടെസ്റ്റിനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം? അക്കൗണ്ട് ടെസ്റ്റ് ലോവർ അപ്ലൈ ചെയ്യണം തീർച്ചയായിട്ടും. അക്കൗണ്ട് ടെസ്റ്റ് ഹയറും അപ്ലൈ ചെയ്യുക, KER അപ്ലൈ ചെയ്യുക. 9 പേപ്പർ അപ്ലൈ ചെയ്യുക. 9 പേപ്പർ അപ്ലൈ ചെയ്യണം. ഇനി ഹയർ എഴുതുന്നില്ലെങ്കിൽ ഹയർ അപ്ലൈ ചെയ്യേണ്ട, ലോവർ അപ്ലൈ ചെയ്യണം എന്തായാലും കേട്ടോ. ഹയർ കൂടെ എഴുതുന്നത് നല്ലതാണ്. കാരണം സാർ ഈ ലോവറിന്റെ സർട്ടിഫിക്കറ്റിന് ലോവറിന്റെ 4 പേപ്പറും ജയിക്കണമെന്നില്ലല്ലോ. അതെ സാർ. ഹയറിൽ നിന്നും ലോവറിൽ നിന്നും കൂടെ ആവശ്യമുള്ള 4 പേപ്പർ ജയിച്ചാൽ പോരായോ? 4 പേപ്പർ ജയിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് സാർ ഇപ്പൊ ഹയറിന്റെ 3 പേപ്പർ ജയിക്കുന്നു, ലോവറിന്റെ 1 പേപ്പർ കിട്ടിയെങ്കിൽ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് തരും PSC. അപ്പൊ അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാം ഈ 9 പേപ്പർ എഴുതിയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അതെ സാർ. ലോവർ ഹയറും KERും ലോവറും ആണ് റൂൾസിൽ പറയുന്നത്. പക്ഷെ ഹയർ കൂടെ എഴുതുന്നത് നല്ലതാണ് ടീച്ചേഴ്സ് എല്ലാം. അതുകൊണ്ട് അങ്ങനെ എഴുതും എല്ലാവരും. ഓക്കെ സാർ, താങ്ക് യു. എക്സിക്യൂട്ടീവ് ടെസ്റ്റ് ആർക്ക് ചാൻസ് എഴുതാൻ പറ്റുന്നത്? അക്കൗണ്ട് മാഡം ഏത് തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്? ഞാൻ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ. അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ. എക്സിക്യൂട്ടീവ് ഓഫീസർ നേരിട്ട് ഗസറ്റ് പോസ്റ്റിൽ കയറുന്നവർക്കൊക്കെ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് ആണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, മജിസ്ട്രേറ്റുമാർ അവർക്കൊക്കെ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് ആണ്. അഗ്രികൾച്ചർ ഓഫീസർമാർക്ക് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. പക്ഷെ നിങ്ങളുടെ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാർക്ക് എക്സിക്യൂട്ടീവ് ടെസ്റ്റ് എഴുതിയാൽ ലോവറിന് പകരം എക്സിക്യൂട്ടീവ് ടെസ്റ്റ് പാസ്സായാലും മതിയോ എന്ന് സ്പെഷ്യൽ റൂൾസിൽ പറഞ്ഞിട്ടുണ്ടോ നോക്കണം കേട്ടോ. അല്ല, കുറെ ആയിട്ടുള്ള പറഞ്ഞു കൂടെയുള്ളവർ, അതാണ് ഞാൻ ചോദിച്ചത്. കൂടെയുള്ളവർ പറഞ്ഞാൽ പോരാ, ഞാനത് നോക്കട്ടെ. സ്പെഷ്യൽ റൂൾസ് നമ്മൾ വായിച്ചു നോക്കണം. ഞാൻ അത് സാറിന് ഒരു ദിവസം വിളിച്ചായിരുന്നു അപ്ലൈ ചെയ്യുന്നതിന്റെ ചോദിച്ചു. മനസ്സിലായി. അത് നമ്മൾ കൂടെയുള്ളവർ പറഞ്ഞാൽ പോരാ. നമ്മൾ സ്പെഷ്യൽ റൂൾസിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോഴാണ് നിങ്ങൾക്ക് കമ്പൽസറി ആക്കിയത്. അതെ.
അതായത് അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാർക്ക് ഒന്നുകിൽ അഗ്രികൾച്ചർ ഓഫീസർ അല്ലെങ്കിൽ വേറൊരു തസ്തിക ഉണ്ടല്ലോ നിങ്ങൾക്ക്, എന്തായിരുന്നു ഞാനത് മറന്നുപോയല്ലോ. A4 അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ അല്ലയോ? അതെ അതെ. അപ്പൊ മുൻകാലങ്ങളിൽ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാർക്ക് അഗ്രികൾച്ചർ ഓഫീസർ ആയി പ്രൊമോഷൻ കിട്ടുന്നതിനോ അല്ലെങ്കിൽ AFI പ്രൊമോഷൻ കിട്ടുന്നതിനോ സ്പെഷ്യൽ റൂൾസിൽ അക്കൗണ്ടൻസി ലോവർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എഴുതാം. മനസ്സിലായോ? അത് വളരെ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഉണ്ട് സ്പെഷ്യൽ റൂൾസ് കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം. മാഡം എനിക്കൊരു മെസ്സേജ് അയച്ചുതരാം കേട്ടോ. ഓക്കെ ഓക്കെ. മാഡം എന്താ ചോദിച്ചേ? ഏത് ഡിപ്പാർട്ട്മെന്റാ മാഡം? KCBD ആണോ? ഞാൻ നോക്കട്ടെ. ഞാൻ ആ GST ഒഴിച്ച് ബാക്കിയെല്ലാം എടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. സമയക്കുറവുകൊണ്ടാണ്, കഴിഞ്ഞത്ര എടുത്തു തരാം കേട്ടോ. ഓക്കെ, കോൺട്രാക്റ്റും ഇലക്ട്രിസിറ്റി ആക്ടും ഒക്കെ എടുത്തു തരാം. ഷുവർ. ഓക്കെ. യെസ്, ചോദിച്ചോളൂ സാർ. ഈ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ ആകാൻ ടെസ്റ്റ് എക്സംഷൻ ഉണ്ട്. എഴുതണ്ട. ഹൈസ്കൂൾ ടീച്ചേഴ്സിന് ഇല്ല കേട്ടോ. ശരി സാർ. ഹയർ HSST-മാർക്ക് ഫ്രീ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് 50 വയസ്സ് കഴിഞ്ഞാൽ. പ്രൈമറി ക്ലാസ്സുകളിലും പ്രൈമറിക്കും ടെസ്റ്റ് എക്സംഷൻ സർക്കാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ചില തർക്ക വിഷയങ്ങളും കോടതിയൊക്കെ കിടക്കുന്നത് കൊണ്ടുള്ള ഒരു കേസൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും പെൻഡിങ് ആണല്ലോ അതെല്ലാം. ഹൈസ്കൂൾ ടീച്ചേഴ്സിന് എക്സംഷൻ ഇല്ല, കമ്പൽസറി ആയിട്ട് പാസ്സായെങ്കിലേ കിട്ടത്തുള്ളൂ എച്ചമായിട്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് എക്സംഷൻ ഉണ്ട്, 50 കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, റൂൾസിലുണ്ട്. യെസ് സർ. അതില് നമുക്ക് 2-3 പേപ്പർ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടൂലോ? സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, 4 പേപ്പറും ജയിക്കണം. 4 പേപ്പർ പൂർത്തിയായാലും മാത്രമാണ് അത്രേ കിട്ടത്തുള്ളൂ. സർട്ടിഫിക്കറ്റ് അതേ കിട്ടത്തുള്ളൂ. ലോവറിന്റെ അതിൽ 1-2 ഹയറിൽ നിന്ന് പാസ്സായ എന്നാലും കിട്ടും. ഇപ്പൊ ലോവറിന്റെ 2 പേപ്പർ ജയിച്ചു, കിട്ടാത്ത 2 പേപ്പർ ഹയർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ലോവറിന്റെ സർട്ടിഫിക്കറ്റ് സാറിന്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ടാവും. അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് എടുത്താൽ അതിനകത്ത് എലിജിബിലിറ്റി ഫോർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും, പ്രൊസീഡ് ചെയ്താൽ മതി. PSC ഓട്ടോമാറ്റിക് ആയിട്ട് അതൊക്കെ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാം അങ്ങനെ അങ്ങ് വരുന്നുണ്ട്. സാറേ, ഈ ഹയറും ലോവറും അപ്ലൈ ചെയ്യണം, എന്നിട്ട് ലോവർ പാസ്സാവാത്തവര് ഹയർ പാസ്സായാൽ മതി എന്ന് പറഞ്ഞില്ലേ സാറ്? മതി. പക്ഷെ ഈ ഹയർ ലോവറിനേക്കാളും പാടായിരിക്കും ഹയർ? അല്ല, അങ്ങനൊന്നും ഇല്ല സാർ. ഏകദേശം സെയിം നിലവാരമായിരിക്കും. മിക്കപ്പോൾ ചിലപ്പോൾ ഹയർ ആയിരിക്കും സിമ്പിൾ, അങ്ങനെ ടഫ് ആവണമെന്നൊന്നുമില്ല. അല്ല. ഒരു സാർ സംശയം ചോദിച്ചിരിക്കുന്നു, എയ്ഡ് സ്കൂളിലെ ക്ലാർക്കന്മാര് എന്തൊക്കെ എഴുതണം? എയ്ഡ് സ്കൂളിലെ ക്ലാർക്കന്മാർ യഥാർത്ഥത്തില് അക്കൗണ്ടൻസി MOP കമ്പൽസറി ആയിട്ട് ജയിച്ചിരിക്കണം. അക്കൗണ്ടൻസി ലോവർ, അക്കൗണ്ടൻസി ഹയറോ ജയിച്ചിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഹയർ ഗ്രേഡ് ഒക്കെ കിട്ടുമ്പോൾ ഉയർന്ന സ്കെയിലുകൾ കിട്ടും. JS-ന്റെ വരെ സ്കെയിൽ കിട്ടും, അല്ലെങ്കിലും ഗ്രേഡ് കിട്ടും, താഴ്ന്ന ഗ്രേഡ് ആയിരിക്കും. അങ്ങനെ ഉയർന്ന ഗ്രേഡോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ സീനിയർ ക്ലാർക്കായിട്ടോ കോളേജിലൊക്കെ ആണെങ്കിൽ അങ്ങനെ സീനിയർ ക്ലാർക്കായിട്ട് പ്രൊമോഷൻ ചാൻസ് ഉണ്ടെങ്കിൽ ലോവറും KER-ഉം MOP-യും ജയിച്ചിരിക്കണം. MOP എന്തായാലും കമ്പൽസറി ആയിട്ട് ജയിക്കണം, എങ്കിൽ മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യൂ, ഇൻക്രിമെന്റ് കിട്ടൂ. ലോവർ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. അക്കൗണ്ടസ്റ്റുകൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗ്രേഡൊക്കെ കിട്ടും. പക്ഷെ സ്കെയിലുകൾ കുറഞ്ഞ സ്കെയിലുകളായിരിക്കും തരുന്നത്. ഹയർ സെക്കൻഡറി എയ്ഡ് സ്കൂൾ ക്ലാർക്കന്മാർ, ഗവൺമെന്റ് സ്കൂളിലെ ക്ലാർക്കന്മാർ എല്ലാം എഴുതണം. അക്കൗണ്ടൻസി MOP എഴുതണം, അക്കൗണ്ടൻസി ലോവറോ ഹയറോ ജയിച്ചിരിക്കണം, KER-ഉം ജയിച്ചിരിക്കണം. യെസ്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? പരീക്ഷ ഫീസ് സംബന്ധമായ സംശയമൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചതിന് ശേഷമേ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. വിളിച്ചിട്ട് ചോദിക്കണം. എയ്ഡഡ് കോളേജ് ക്ലർക്ക് KER പാസ്സാവണോ? വേണ്ട. എയ്ഡഡ് കോളേജിലെ ക്ലാർക്കന്മാർക്ക് വേണ്ട. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിന് KER വേണ്ട. അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കൊന്നും KER വേണ്ട. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സും ഹൈസ്കൂൾ ടീച്ചേഴ്സിനേ ഉള്ളൂ KER. പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ക്ലാർക്കന്മാരും KER ജയിക്കണം. കോളേജിന് KER ആവശ്യമില്ല. യെസ്. KSCB-ക്ക് മൊത്തം എത്ര പേപ്പേഴ്സ് എഴുതണം? ധാരാളം പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. KSCB-യുടെ ആ നോട്ടിഫിക്കേഷനിൽ KSCB-യുടെ ഒന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചുതരാം, ഞാനത് പ്രത്യേകം ഫോട്ടോ കോപ്പി എടുത്ത് അയച്ചു തരാം. KSCB-യിൽ കാഷ്യറായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അക്കൗണ്ടൻസി ലോവർ എഴുതാം, ഹയർ എഴുതാം. ഹയർ നിങ്ങൾക്കൊക്കെ DA ആയിട്ടൊക്കെ പ്രൊമോഷൻ കിട്ടുന്നേ മതി. പക്ഷേ ലോവറിന്റെ KSR-ഓ ഹയറിന്റെ KSR-ഓ ജയിച്ചാൽ മതി, അതുകൊണ്ട് ലോവറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും.
അതുകൊണ്ട് ലോവറും ഹയറും എഴുതണം. പിന്നെ നിങ്ങൾക്ക് 5 പേപ്പറാണെന്ന് തോന്നുന്നു. അതായത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ളത് GST, കോൺട്രാക്ട് ആക്ട്, സപ്ലൈ ആക്ട്, അങ്ങനെയുള്ളതൊക്കെ, MOP. ഓക്കെ, ഞാൻ അതിന്റെ സാർ ഇത് റെക്കോർഡ് ക്ലാസ് അല്ലേ സാർ? എന്തോ ഇത് എന്താ മാഡം? പിന്നീട് റെക്കോർഡ് ക്ലാസ് ആണല്ലോ അല്ലേ സാർ? അതെ 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 അതെ, കറക്റ്റ്. ആ ശരി, ഓക്കെ. യെസ്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അത് ഈ പരീക്ഷ സംബന്ധിച്ചുള്ള അങ്ങ് വിളിക്കുക നേരിട്ട്, അതായിരിക്കും നല്ലത്. മെസ്സേജ് അയച്ചാൽ ഞാൻ താമസിച്ചാലോ നോക്കാൻ. അതുകൊണ്ട് ഷക്കീബ് സാർ 2 നമ്പറിൽ നിന്ന് കയറിയിട്ടുണ്ടല്ലോ. ഡോക്ടർ. ഹലോ സർ. ഹലോ സാർ, പറഞ്ഞോളൂ. ഞാന് പിന്നെ 2 ഡിവൈസ് നിന്നാണ് കയറിയത്. ഒന്നിന് ചെറിയ അസൗകര്യം കൊണ്ട്. ഓ, അതാ 2 നമ്പർ കാണിച്ചിരിക്കുന്നു, അതാ ചോദിച്ചത്. അതെ, ഇതില് കാറ്റഗറി നമ്പർ ഉണ്ടാവില്ലല്ലേ PSC എക്സാം സാധാരണ വിളിക്കുന്ന പോലെ? എങ്ങനെ മനസ്സിലായില്ല, എന്താ ചോദ്യം? കാറ്റഗറി ഇപ്പൊ ഞാനിപ്പോ PSCയുടെ സൈറ്റിലാണ് ഉള്ളത്. അപ്പോ ഇതിന്നിപ്പോ നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ടേ കാറ്റഗറി ഇതിലിപ്പോ ഒരുപാട് പോസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. ഡോക്ടർ സാർ, ഡോക്ടർ അല്ലേ? അതെ അതെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് അല്ലയോ? ചിലപ്പോ കാറ്റഗറി അതിനകത്ത് പ്രൊഫസർ എന്നൊക്കെ ആയിരിക്കും കിടക്കുന്നത് കേട്ടോ. അത് സെലക്ട് ചെയ്താൽ മതി. ചിലപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ കാണത്തില്ല. അസിസ്റ്റന്റ് പ്രൊഫസർ കിട്ടി, ഞാൻ കാറ്റഗറി കിട്ടി. അതായത് നമ്മൾ പ്രൊഫൈൽ ചെയ്യുമ്പോഴല്ലേ അത് കിട്ടി. അല്ല, ഞാൻ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ കിട്ടുന്നില്ലയോ? അല്ല, അത് കിട്ടി. അല്ല, ഞാൻ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായി. എക്സാമിനുള്ള അപേക്ഷ കൊടുക്കാനേ, എക്സാമിനുള്ള അപേക്ഷ കൊടുക്കാൻ ഇപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ഫോർ പോസ്റ്റ് എന്നുള്ളതല്ലേ കൊടുക്കണ്ടേ? അതെ 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 സാർ. അപ്പൊ അത് കാര്യം ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഞാനിപ്പോ ഓൺലൈൻ ആണ്, അതുകൊണ്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കില്ല, അതുകൊണ്ട്. ഓക്കെ, മറ്റുള്ളവർക്ക് ഇനി അസൗകര്യം ഉണ്ടാകണ്ടല്ലോ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കണേ. യെസ്, ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക്സ് എ ലോട്ട്.